ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ്. നമ്മളപ്പോൾ ഇന്ന് നിൽക്കുന്നത് തിരുവല്ലയിലാണ്. എന്നെ കാണാൻ പറ്റാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിന്ന് തിരുവല്ല എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലമാണ്. സമയം 11 മണിയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരുവല്ലയിൽ നിന്ന് ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സ്ഥലം പ്രത്യേകമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സമയം ഞാൻ കാണിച്ചാൽ 11 മണിയായെന്ന് തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? വേണ്ടേ, എവിടെ ഞെക്കിയില്ല, ഞെക്കട്ടെ, ഒന്ന് ഞെക്കട്ടെ, ഒരു മിനിറ്റേ. ഓക്കെ, 11 മണി ആണെന്നാണ് നമ്മുടെ വാച്ചിൽ കാണിക്കുന്നത്. പക്ഷേ ഫോണിൽ 10:59 ആയിട്ടുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. കണ്ടോ, 10:59 ആയിട്ടുള്ളൂ. ഇന്ന് 16-ാം തീയതിയാണ്, ബുധനാഴ്ച. നമ്മളപ്പോൾ 14-ാം തീയതി വിഷു കൂടാൻ വേണ്ടി നാട്ടിൽ വന്നു. നാട്ടിൽ വിഷു കൂടിയിട്ട് അന്ന് തന്നെ വൈകിട്ട് തിരുവല്ലയ്ക്ക് പോയി. തിരുവല്ലയിൽ നിന്ന് നമ്മൾ 15-ാം തീയതി അവിടെ സ്റ്റേ ചെയ്തു. 16-ാം തീയതി, ഇന്ന് ബുധനാഴ്ചയാണ്, നമ്മളിന്ന് നേരെ ആണ് ഈ സ്ഥലത്തേക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഇവിടുന്ന് ഏകദേശം 88 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ യാത്രയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ, ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ട, 88 കിലോമീറ്റർ ഉണ്ട്, 2 മണിക്കൂറുണ്ട് യാത്ര. അപ്പോൾ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈലാസഗിരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞാൻ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് കൂടിയാണ്. വലിയ കാര്യങ്ങളോ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. പിന്നെ സമയമില്ല, 11 മണിയായിട്ടുണ്ട്. നമുക്കിവിടുന്ന് 88 കിലോമീറ്റർ ഓടി അവിടെ ചെന്നിട്ട് അവിടുന്ന് തിരിച്ചിന് കാക്കനാടേക്ക് ഇന്ന് വൈകിട്ട് തന്നെ പോകണം. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. നല്ല വെയിലും കാര്യങ്ങളും, നല്ല മുതുക്ക് വെയിലുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനാണെങ്കിൽ എൻ്റെ ഗ്ലൗസും മറ്റേ സ്ലീവും ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ ഉച്ചയ്ക്ക് അടിക്കുന്ന വെയിൽ കണ്ട, ഗ്ലൗസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. മിക്കവാറും കയ്യിൽ നിന്ന് കറക്കും. അതാണ് സെറ്റപ്പ്. പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ ഏലപ്പാറ ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ മല്ലപ്പള്ളി റൂട്ട് കയറി എരുമേലി റൂട്ട് പിടിച്ച് നേരെ കൈലാസഗിരി ഏലപ്പാറ റൂട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരുന്തുംപാറയൊക്കെ പോയ സെയിം റൂട്ട് തന്നെയാണ്. അതായത് മറ്റേ പാഞ്ചാലിമേട് പരുന്തുംപാറയൊക്കെ പോയ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ആ റൂട്ട് വഴിയാണ് നമ്മൾ നേരെ നമ്മുടെ കൈലാസഗിരിക്ക് പോകുന്നത്. ഞാനിത് റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു റീൽസ് ഏതാണ്ട് കണ്ടിട്ട് കുറച്ച് നാളായി കൈലാസഗിരിയുടെ. അന്ന് ഞാൻ പറഞ്ഞാണ്, മറ്റേ പരുന്തുംപാറയൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞാണ് ഇവിടെ ഒരു സ്ഥലം ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെന്ന്. അന്ന് അവിടെ കയറണമെന്ന് വിചാരിച്ചു, പക്ഷെ അന്ന് മിസ്സായി. പരുന്തുംപാറ പാഞ്ചാലിമേടൊക്കെ കയറേണ്ട കാരണം അന്ന് ഈ സ്ഥലങ്ങളെല്ലാം മിസ് ചെയ്തു. പക്ഷേ ഇന്ന് അവിടേക്ക് മാത്രമായിട്ട് ഞാൻ പോകണം. ഞാൻ അന്ന് സേവ് ചെയ്ത് വെച്ചതാണ് ഈ സ്ഥലം. അപ്പോൾ ഇന്ന് എങ്ങനെയുണ്ടെന്ന് എനിക്ക് നോക്കിയിട്ട് വരാം. കാര്യം നമ്മൾ പരുന്തുംപാറയും പാഞ്ചാലിമേടും പോയതിൻ്റെ ഒരവസ്ഥ ഈ ഒരു സ്ഥിതിയാണ്. ഇനി ആ അവസ്ഥ തന്നെയാണോ കൈലാസഗിരി എന്ന് എനിക്കറിഞ്ഞൂടാ. വീഡിയോയിലൊക്കെ കാണാൻ പൊളിയാണ് സ്ഥലം. സംഭവം നല്ല കയറ്റമൊക്കെ ഉള്ളൊരു പിടുക്കൻ സ്ഥലമാണ്. അതായത് ഒരു മലയൊക്കെ കയറി പോകുന്ന സെറ്റപ്പാണ്. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് തെറിക്കാം. സമയമില്ല അധികം. ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വെയിലിൻ്റെ സമയം ഇത് കൂടും. 11 മണി 12 മണി ആ സമയമാണ്. ഇവിടുന്ന് ഏകദേശം ഇനി 2 മണിക്കൂറുണ്ട്. നമ്മളിനി അവിടെ ഓടിയെത്തി അവിടെ കണ്ടിട്ട് തിരിച്ച് കാക്കനാട്ടിന് പോകണം. അപ്പോൾ ഇത്രയും വലിയൊരു ഒരു ലോങ് റൈഡെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് സെറ്റപ്പ്. പിന്നെ വെയിൽ നല്ല രീതിയിൽ മൂത്ത് വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തെറിക്കാം. പിന്നെ പറയാനായിട്ടാണെങ്കിൽ എനിക്ക് യാതൊരു ഐഡിയയില്ല, ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ പോകുന്നത്. കാര്യം പ്രതീക്ഷ വെച്ച് പോയ 2 സ്ഥലങ്ങൾ പാളിയിട്ടുണ്ട്. കാര്യം ഞാൻ ഫസ്റ്റ് പരുന്തുംപാറ പോയിട്ടുണ്ട്. പാഞ്ചാലിമേട് ഞാൻ പോയിട്ടില്ല. പാഞ്ചാലിമേട് അന്നാണ് പോകുന്നത്. പരുന്തുംപാറ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് കണ്ട പരുന്തുംപാറയല്ല രണ്ടാമത് പോയപ്പോൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെയാണോ ഇതും എന്നെനിക്കൊരു പേടിയുണ്ട്. കാര്യം റീൽസിൽ കാണുമ്പോൾ എല്ലാം പൊളിയാണ്, കിടിയാണ്, സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്കും എന്താണ് അവസ്ഥയെന്നൊരു പിടുത്തമില്ല. അപ്പം യാതൊരു പ്രതീക്ഷയും വയ്ക്കാതെയാണ് പോകുന്നത്. എങ്ങനെയാകും എന്താകുമെന്ന് യാതൊരു പിടുത്തമില്ല. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ ഇതും എടുത്തിട്ടില്ല, കോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് വന്ന ട്രിപ്പായതുകൊണ്ട് കോട്ടും എടുക്കാതെ ഒന്നും എടുക്കാതെയാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ തീരുമാനമാവും. വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്കപ്പോൾ പോയി നമ്മുടെ കൈലാസഗിരി എങ്ങനെയുണ്ടെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം എന്നാണ് എൻ്റെ ഇതുവരെയുള്ള പ്ലാൻ. അപ്പോൾ എന്തായാലും നമുക്കധികം വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. തിറച്ചേക്കാണ് സമയം. ഞാൻ ഒന്നുകൂടെ കാട്ടിത്തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കേട്ടോ, 11:05 ആയിട്ടുണ്ട്. 11:05 എവിടെ? 11:05 കറക്റ്റ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 11:05 ആയിട്ടുണ്ട്. നമുക്കപ്പോൾ തെറിക്കാം. സമയം അധികം കളയാനുമില്ല, കാര്യങ്ങളൊന്നുമില്ല. വെയിലടിച്ച് മിക്കവാറും ഇന്ന് എൻ്റെ കൈ കറക്കുമെന്നാണ് എൻ്റെ ഒരു
ഊഹം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും വണ്ടി പതുക്കെ ഒന്ന് എടുക്കട്ടെ. സമയം അധികം കളയാനൊന്നുമില്ല, ചൂടും കാര്യങ്ങളുടെയും അളവ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വ്ളോഗ്. നമ്മളപ്പോൾ അദ്ദേഹം പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ മറ്റേ മലപ്പള്ളി തൊടുപുഴ അങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടാണ്. അതായത് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടൊന്നുമല്ല, ഇത് ഈ മലപ്പള്ളി അങ്ങനെ ആ റൂട്ടൊക്കെ കയറുന്ന, അതായത് അങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ നമ്മളവിടെ നിന്ന് തെറിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 14-ാം തീയതി അവിടെ നിന്ന് പോകുന്നു. പിന്നെ പെട്രോൾ കുറവല്ല, എന്നാലും പെട്രോളൊന്നും അടിക്കണമെന്നുണ്ട് കാര്യം. ഇവിടുന്ന് ഏകദേശം 18 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് എറണാകുളം വരെ പോകണം. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മളിവിടുന്ന് പോകുന്നത്. പിന്നെ നമ്മൾ 14-ാം തീയതി അവിടുന്ന് അതായത് കാക്കനാട് നിന്ന് നേരെ ചേർത്തലയ്ക്ക് വന്നു. അവിടുന്ന് എനിക്ക് തോന്നുന്നു 45 കിലോമീറ്റർ പറ്റങ്ങാണ്ടുണ്ട് കാക്കനാട് നിന്ന് വീട്ടിലേക്ക്. പിന്നെ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 60 സംതിങ് ഏതാണ്ട് കിലോമീറ്റർ ഉണ്ട്, 62 60 സംതിങ് ഏതാണ്ട് കിലോമീറ്റർ നമ്മുടെ തിരുവല്ലയ്ക്കുണ്ട്. അതായത് നമ്മുടെ ചങ്ങനാശ്ശേരി റൂട്ട് പിടിച്ചാണ് ഞാൻ പോകുന്നത്. അമ്പലപ്പുഴ വഴി വരുവാണെങ്കിൽ 65 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യലാണ് നമ്മൾ തൊടുപുഴയ്ക്കൊക്കെ പോകുന്നത്. നമ്മളവിടുന്ന് റൈറ്റ് കട്ട് ചെയ്താണ് പോകുന്നത്. ഇതെനിക്ക് തോന്നുന്നു മല്ലപ്പള്ളിയൊക്കെ പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നത്. അതായത് മല്ലപ്പള്ളി പിന്നെ അങ്ങനെ ആ റൂട്ടുണ്ടല്ലോ, ആ റൂട്ടാണിത്. നമ്മൾ നേരത്തെ കണ്ട ആ ജംഗ്ഷനിൽ നിന്ന് നേരെ ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ തൊടുപുഴയ്ക്ക് പോകണം. അതായത് അവിടെ നേരെ കയറി മറ്റേ പാമ്പാടി കയറില്ല, അതായത് പുതുപ്പള്ളിയൊക്കെ കയറി അങ്ങനെയൊക്കെ പോകും. അങ്ങനെ പോകാം തൊടുപുഴയ്ക്ക്. ഇല്ലെങ്കിൽ നേരെ മറ്റേ പാമ്പാടി അങ്ങനെ കയറി നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എവിടെ പാല വന്ന് കയറും. അങ്ങനെ തൊടുപുഴയ്ക്ക് പോകാം. എറണാകുളത്ത് പോകുമ്പോഴും ഈ വഴി തന്നെയാണ്. ഇവിടെ നേരെ പോയിട്ട് പുതുപ്പള്ളി കയറി അവിടെ നിന്ന് നേരെ നമ്മുടെ കോട്ടയം വഴിച്ച് പോകാം. ഇല്ലെങ്കിൽ വൈക്കം, അതായത് കോട്ടയം നേരെ ടൗൺ വഴി കയറി കഴിഞ്ഞാൽ പോകാം. അതായത് ഏറ്റുമാനൂർ വഴി കോട്ടയം കയറി അങ്ങനെ പോവാം. അതല്ലെങ്കിൽ പിന്നെയുള്ള റൂട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വൈക്കം അങ്ങനെ കയറി വരാം. തലയിലപ്പുറം വന്ന് കട്ട് ചെയ്ത് വൈക്കം പിടിച്ച് നേരെ എറണാകുളവും വരാം. അപ്പോൾ എല്ലാത്തും പോകുന്ന ഈ റൂട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റൊക്കെ കുറേ കട്ട് ചെയ്യാനുണ്ട്. ഇതെന്തോ ഒരു റൂട്ട് പോലത്തെ റോഡാണ്. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് നല്ല രീതിക്ക് കൂടും. അപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം, നല്ല ലെങ്ത്ത് ഉണ്ടാകും കാര്യം. ഈ റൂട്ടൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ട് കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടൊക്കെ വന്നത്. ഈ റൂട്ടൊന്നും ഇതുവരെ വന്നിട്ട് പോലുമില്ല. പിന്നെ എരുമേലി റൂട്ട് നമ്മൾ സൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ട് കയറിയിട്ടില്ല. എരുമേലിയിൽ നിന്ന് മറ്റേ കോഴഞ്ചേരി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റാണ്. ഇതെന്തോ ഒരു ടൗണാണെന്ന് തോന്നുന്നു. അതെല്ലാവരും നമുക്ക് നേരെ പോവാം. നമുക്ക് സമയവും കാര്യങ്ങളൊന്നുമില്ല, പട്ടപ്പട്ടയെന്നും പറഞ്ഞുള്ള പോക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതാ ടൗണാണ്. ഇവിടുന്ന് പിന്നെ റൈറ്റ്. ഓക്കെ, റൈറ്റിൽ ഏറ്റവും കുറേ ഉണ്ട്. ഗൂഗിളം വെച്ച് പറയുമ്പോൾ നമ്മൾ പോകുന്നു, അതാണ് സെറ്റപ്പ്. പിന്നെ ഇവിടെ വന്നപ്പോൾ മറ്റേ ഇതിൻ്റെ ഒരു മണം, എന്താണ് സാധനത്തിൻ്റെ വേറെന്താണ്, മറ്റേ ചുക്കിൻ്റെയൊക്കെ ഒരു മണം നിൽക്കുന്നുണ്ട്. ചുക്ക് മറ്റേ ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണം നിന്നുണ്ട്. എന്തായാലും ഒരു കാട്ട് റൂട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഒരു കേട്ട് അന്തരീക്ഷമുണ്ട്. നല്ല റൂട്ട് കേട്ടോ, കിട്ടുന്ന റൂട്ട് കൊള്ളാം, പൊടി സാധനം. പിന്നെ ഇന്ന് ഒരു ബുധനാഴ്ച സമയമാണ്, തിരക്കും കാര്യങ്ങളൊന്നുമില്ല, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. കാര്യം ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ അവിടുത്തെ അവസ്ഥ എന്താണ്. വീണ്ടും ഒരു കാട് റൂട്ട്. ഈ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിടക്കൻ റൂട്ടാണ്. നമ്മുടെ എരുമേലിയൊക്കെ കയറുന്നത്, എരുമേലിക്ക് പോണ വഴിയാണെന്ന് തോന്നുന്നത്. നമ്മളപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റേ മല്ലപ്പള്ളിയൊക്കെ കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റൈറ്റാണ്. ഓക്കെ, റൈറ്റാണ്. നല്ലൊരു റോഡ് കാണുന്നുണ്ട്, നല്ല കിട്ടില്ല, നല്ല പ്ലെയിൻ റോഡ്, വിട്ടടിച്ച് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റാണ്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് പോകാം. എനിക്ക് വഴിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഗൂഗിളം വെച്ച് പറയുന്നു, അതനുസരിച്ച് ഞാൻ പോകുന്നു എന്നാണ് സെറ്റപ്പ്. യാതൊരു ഐഡിയ ഇല്ല. ഇത് നമ്മുടെ എരുമേലിക്ക് കയറുന്ന റൂട്ടാണ്. ഈ കാണുന്ന ഒരു കാട് കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ഒരു എരുമേലി ട്രിപ്പിൻ്റെ ഒരു സൈറ്റ് വർക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇത് റീൽസിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് മറ്റേ ഇതിലും ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റീൽസിലും വന്നിട്ടുണ്ടാവും, ഷോർട്സിലും ഇട്ടിട്ടുണ്ടാവും. വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്നേരം ഞാൻ ഈ റൂട്ട് ഒരു പ്രാവശ്യം കൂടെ വരണമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. കാര്യം ഒരു കാടാണ്, കിടിലൻ റൂട്ടാണ്. പക്ഷെ അത്
എന്ന് പറഞ്ഞാൽ കാടിനകത്തൂടെ ഒരു റൂട്ട്, ഒരു കിടിലൻ റൂട്ട്. അതായത് നമ്മുടെ എരുമേലിയിൽ നിന്ന് കോഴഞ്ചേരി ഇപ്പം എങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടാണ്. അതായത് ശബരിമല അങ്ങനെയൊക്കെ പോകുന്ന റൂട്ടാണിത്. ഈ ഒരു റൂട്ട് ഞാനത് എനിക്ക് തോന്നുന്നത് റീൽസിലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏതൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എരുമേലിക്ക് പോകുന്ന ബസ്സാണ് അപ്പോൾ പോയത്. ഇവിടുന്ന് നേരെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എരുമേലി എത്തും. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററോ അങ്ങാണ്ടേ ഉള്ളൂ എരുമേലിക്ക്. ഇനി അടുത്താണ്, പെട്ടെന്നാണ് നമ്മൾ സ്ഥലമൊക്കെ എത്തിയത്. അപ്പോൾ ഇവിടെ നേരെ എരുമേലി, അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മറ്റേ എന്താണ് കുട്ടിക്കാനം ആ റൂട്ടാണെന്ന് തോന്നുന്നു. അതായത് കുട്ടിക്കാനം മുണ്ടക്കയം കയറാത്തൊരു റോഡുണ്ട്. മുണ്ടക്കയം ടച്ച് ചെയ്യില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുണ്ടക്കയം കയറും ശരിയാണ്. നമ്മളന്ന് പാഞ്ചാലിമേട് പോയപ്പോഴും ഈ റൂട്ടല്ല വന്നത്, പക്ഷേ മുണ്ടക്കയം കയറിയും കണ്ടാന്ന് തോന്നുന്നു പാഞ്ചാലിമേട് പോയത്. അതേ റൂട്ട് തന്നെ, സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത്. പക്ഷെ അന്ന് നമ്മൾ ഇങ്ങോട്ട് കയറിയില്ല. എനിക്ക് തോന്നുന്നത് അവിടുന്ന് നേരെ പാലം അങ്ങനെ കയറി പിന്നെ നേരെ വന്ന് മറ്റേ ഈരാറ്റുപേട്ട അങ്ങനെ കയറി വരുമായിരുന്നു തോന്നുന്നു. നമ്മളപ്പോൾ എരുമേലി ടൗണിലേക്ക് എത്താറായിട്ടുണ്ട്. ഇത് എരുമേലി ടൗണാണ്. നമ്മുടെ പേട്ട കൊള്ളുന്ന സംഭവമൊക്കെ ഉണ്ടാകും. ഞാൻ പക്ഷേ എടുക്കാൻ വിട്ടുപോയി. ഇത് എരുമേലി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് മാറി നമ്മുടെ മറ്റേ പേട്ടയൊക്കെ തുള്ളി അയ്യപ്പന്മാർ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല. അന്നേരത്തേക്ക് ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. ഞാൻ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് കുറേ കട്ട് ചെയ്താണ് എടുത്തത്. അത് കാരണം ഇവിടെ എത്തിയപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വിട്ടടിച്ച് പോവാം. ഇപ്പോൾ ഇത് എരുമേലി കയറിയിട്ടുണ്ട്. ഈ റൂട്ട് നമ്മൾ പാഞ്ചാലിമേടും പരുന്തുംപാറയൊക്കെ പോയിട്ടുണ്ട്. ഈ റൂട്ട് ആണെന്ന് തോന്നുന്നു. അത് തന്നെ, ഈ റൂട്ട് തന്നെ നമ്മൾ പരുന്തുംപാറ പാഞ്ചാലിമേട് പോയത് സെയിം റൂട്ട് തന്നെ. അന്ന് നമ്മൾ അവിടെ നിന്ന് പാല കെട്ടിയത് നേരെ എരുമേലി വന്ന എരുമേലിയിൽ നിന്ന് ഈ റൂട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹം. എനിക്ക് കണ്ടിട്ട് ഇതുപോലത്തെ റൂട്ട് തന്നെയായിരുന്നു അന്നും പോയെന്ന് തോന്നുന്നു. അത് തന്നെ ഈ റൂട്ടാണെന്ന് തോന്നുന്നു. അന്നും നമ്മുടെ പാഞ്ചാലിമേടും പരുന്തുംപാറയൊക്കെ പോയ റൂട്ട് തന്നെയത്. ഇവിടുന്ന് മറ്റേ മുണ്ടക്കയം, ഇതെന്ന് പറഞ്ഞാൽ മുണ്ടക്കയം കുമ്മള്ളി അങ്ങനെയൊക്കെ പോകുന്ന റൂട്ടാണ് ഈ റൂട്ട്. അതുകൊണ്ടൊരു നമ്മുടെ വീശി വളച്ചൊക്കെ പോകാൻ പറ്റിയ റൂട്ടാണ്. ഇനി അങ്ങോട്ട് മറ്റേ തമിഴ്നാട് വണ്ടിയൊക്കെ കാണാം. കാര്യം കുമളി, കമ്പം, തേനി ഇവിടുന്ന് വരുന്ന ടീംസ്, അതായത് കമ്പം, തേനി, മധുര അങ്ങനെയൊക്കെ വരുന്ന അയ്യപ്പന്മാർ ഈ റൂട്ടായിരിക്കും കയറി വരുന്നത്. ഈ റൂട്ടായിരിക്കും എന്നല്ല, ഈ റൂട്ടാണ് കയറി വരുന്നത്. ഇപ്പോഴൊക്കെ തമിഴ്നാട് വണ്ടികളാണ്. കുറേ തമിഴ്നാട് ബസ് കയറി പോകണമുണ്ട്. പിന്നെ ഇപ്പോൾ സീസണും എല്ലാം തോന്നുന്നു. ശബരിമല സീസണായി കഴിഞ്ഞു. എന്നാലും വണ്ടികളൊക്കെ വരുന്നുണ്ട്. കുറേ ടീം ഇങ്ങോട്ട് തമിഴ്നാട് വണ്ടികൾ പറ കയറി വരുന്നുണ്ട്. ഇവിടുന്ന് നേരെ മുണ്ടക്കയം കയറി പോവാം. മുണ്ടക്കയം, കുമളി, പിന്നെ ആ റൂട്ട്, അതായത് മുണ്ടക്കയം, കുമളി, കമ്പം, തേനി അങ്ങനെയൊക്കെ പോകുന്ന ഒരു റൂട്ട് തന്നെയാണിത്. പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. തിരക്ക് അധികം ഇല്ല. വർക്കിൻ്റെ ആയതുകൊണ്ടാകാനായിരിക്കും സാധ്യത. പിന്നെ ഈ ഒരു ഉച്ചപ്രാന്തം വെയിലത്ത് ആരും വരാനൊന്നും പോകുന്നില്ല. കാര്യം പണി 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1 മണി എങ്ങാണ്ടാകാറായി. 12:30 ആ സമയം കണ്ടായിട്ടുണ്ട്. ആ സമയം നോക്കിയില്ല. അപ്പോൾ ഈ സമയത്ത് എനിക്ക് വന്ന അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല കാര്യങ്ങളുണ്ട്. വെയിലുണ്ട് എന്നാലും. പക്ഷേ ഈ റൂട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വെയിൽ ഫീൽ ചെയ്യുന്നില്ല. അതായത് ഒരു തണുപ്പ്, കാറ്റ്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. തണുത്തൊരു കാറ്റൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താ ഈ വണ്ടിക്കാരൻ കാണിക്കണേ? ഞാൻ നിരക്കി കളിക്കുക ഇവിടെ ഇരുന്ന്. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സെറ്റപ്പ്. വേണം അതെ, അയ്യപ്പന്മാരുടെ വണ്ടിയാണ് പോണത്. ഫ്രണ്ടേ പോകുന്നുണ്ട്. ഇപ്പോൾ 2-3 വണ്ടി പോകുന്നുണ്ട്. ട്രാവലർ, തമിഴ്നാട് വണ്ടി. ഇപ്പോൾ വന്നത് തമിഴ്നാട് വണ്ടി. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുണ്ടക്കയം ടൗണിൽ, അതായത് മുണ്ടക്കയം കയറുന്ന റോഡ് തന്നെയാണ്. മുണ്ടക്കയം ടൗണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മുണ്ടക്കയം ടൗൺ എത്തും. ഇവിടെ കുറച്ചേ ഉള്ളൂ മുണ്ടക്കയത്തേക്ക്. അയ്യോ, നമുക്ക് പരുന്തുംപാറ പോകുമ്പോഴാണെന്ന് തോന്നുന്നു, അല്ല പാഞ്ചാലിമേട് പോകുമ്പോൾ തോന്നുന്നു മുണ്ടക്കയം കയറുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കയറേണ്ട കാര്യം ഇല്ലെന്ന് തോന്നണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അറിഞ്ഞുകൂടാ. ഈ റൂട്ട് തന്നെയാണ് നമ്മൾ അന്നും പോയത്. അപ്പോൾ നമുക്ക് പെട്രോളൊക്കെ അടിക്കണമെന്നുണ്ട്. പെട്രോൾ അടിച്ചായിരുന്നു. അയ്യോ, ഞാൻ ഓർത്ത് ഇപ്പോൾ അവിടെ അടയാവുമെന്ന്. ഇൻഡിക്കേറ്റർ ഇട്ടേച്ച് റോഡിൽ നടുക്ക് വെച്ചിരുന്നു. എന്ത് പരിപാടിയാണ്? അപ്പോൾ എന്തായാലും നമുക്ക് വിട്ടടിച്ച് പോകണം. സമയം ഒട്ടും കളയാനില്ല. ഇപ്പം നല്ല തിരക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ റോഡ് കയറിയപ്പോഴത്തേക്ക് തിരക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ കുമളി റൂട്ട്, ആ റൂട്ടാണ്. ഈ റൂട്ട് പൊളിയാട്ടോ. ഈ റൂട്ട് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റി. കുമളി മുണ്ടക്കയം റൂട്ട് ഒരു രക്ഷയില്ല. നല്ല കിടിലൻ റൂട്ടാണ്. കാര്യം നല്ല ഹെയർ പിൻ വളവും ഉണ്ട്. നല്ല വ്യൂവും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സൈഡിലൊക്കെ നല്ല കിടിലൻ വ്യൂ പോയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചവിട്ടി വേണം നിർത്തുകയൊക്കെ ചെയ്യാം. പിന്നെ ചവിട്ടി ഇറത്തുമ്പോൾ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. കാര്യം നമ്മളെ വരെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന രീതിക്ക് വണ്ടിയാണ്. ഞാൻ പറഞ്ഞ വെറുതെ ഇപ്പോൾ KSRTC ഇറക്കി വന്നുണ്ടോ, ഞങ്ങൾ തന്നെ കൂടെ തൂത്തെടുത്തോണ്ട് പോവുമെന്ന്.
എന്ന് പറഞ്ഞാൽ മറ്റേ KSRTC ഓവർ സ്പീഡോ റോങ് സൈഡോ അങ്ങനെയൊന്നും അല്ല കയറി വന്നത്, മര്യാദയ്ക്ക് തന്നെ ഫുള്ള് വീശി വളച്ചെടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ഈ റോഡായത് കാരണം പ്രശ്നമുണ്ട്. എല്ലാ ഡ്രൈവർമാരും ഒരേപോലെയൊന്നും അല്ല. പുള്ളി മാനയായിട്ട് തന്നെ വന്ന ഹോൺ അടിച്ച് സെറ്റപ്പിലാണ് വന്ന പുള്ളി. പക്ഷേ ആ ഒരു ടേണിങ് ആയതുകൊണ്ട് പുള്ളി അങ്ങ് ഇരുത്തി വളച്ച് മറ്റേ വീശി വളച്ചാണ് വന്നത്. ഇത് കുട്ടിക്കാന ടൗണാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുമളി, മുണ്ടക്കയം, കമ്പംതേനി, മധുരൈ അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അതായത് തമിഴ്നാടൊക്കെ കയറാൻ കമ്പംതേനിയൊക്കെ പോകാം. ലെഫ്റ്റാണ് നമ്മുടെ ഏലപ്പാറ വാഗമൺ റൂട്ട്. ഇവിടുന്ന് വാഗമൺ ഏതാണ്ട് 35 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. 30 സംതിങ് ഏതേ ഉള്ളൂ. 32 35 ഞാൻ ബോൾ ശരിക്കും കണ്ടില്ല. 30 സംതിങ് ഏതാണ്ട് കിലോമീറ്ററേ ഉള്ളൂ വാഗമണ്ണ്. ഏലപ്പാറ ഒക്കെ ഇവിടുന്ന് അടുത്താണ്. ഏലപ്പാറ ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഏതാണ്ട് 10-18 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഏലപ്പാറയ്ക്ക്. അത് ഞാൻ ബോർഡ് കണ്ടില്ല കറക്റ്റായിട്ട്. ഞാൻ ആ വ്യൂവും കാര്യങ്ങളും ശ്രദ്ധിച്ചു പോയതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു മഴക്കാറ് സെറ്റപ്പ്, ഒരു മൂടി അടഞ്ഞ് നിൽക്കുക. പക്ഷേ വെയിലുണ്ട്. വെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം. പക്ഷേ വെയിൽ നല്ല രീതിക്കുണ്ട്. പക്ഷെ അത് അത്ര ഫീൽ ചെയ്യുന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ അടിക്കുന്നു. ഞാൻ വിചാരിച്ച കൈയൊക്കെ കറുത്ത് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇല്ല കേട്ടോ, സംഭവം വെയിൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചൂടറിയുന്നില്ല. ഒരു ചെറിയൊരു മൂടി കാലാവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല തണുത്ത ഒരു തണുത്തൊരു കാറ്റെന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റേ ഇളം കാറ്റിലെവിടെ തേങ്ങാക്കൊലകളൊക്കെ ആടുന്നെന്ന് പറയുന്ന പോലത്തെ സെറ്റപ്പ്. ഓക്കെ, എങ്ങനെ നമ്മൾ കൈലാസഗിരി റൂട്ടാണ്. ഏലപ്പാറ കയറിയിട്ടില്ല. ഞാനത് ഏലപ്പാറ കയറിയായിരിക്കും വരുന്നത്. ഏലപ്പാറ എന്നാണ് പക്ഷേ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഏലപ്പാറ റൂട്ടൊന്നും അല്ല. ഏലപ്പാറ റൂട്ട് വേറെ. ഞാൻ അന്നേരം കണ്ടായിരുന്നു. ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അവിടുന്ന്. ഞാൻ പക്ഷെ അത് എടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കൈലാസഗിരി പോകുന്ന റൂട്ടെന്നാണ് അമ്മച്ചി പറയുന്നത്. നല്ല എളുപ്പ റൂട്ടാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതാണ്. റോഡൊക്കെ കൊള്ളാം. 2 സൈഡിലും മറ്റേ തേയിലത്തോട്ട സെറ്റപ്പ്, പിന്നെ വ്യൂ. അതാരത് പശുവല്ലേ ഇപ്പം റോഡിൻ്റെ അതിൽ നിന്ന്. ഇവിടെ മറ്റേ പൈപ്പ് ലൈനിൻ്റെ സെറ്റപ്പ് കാരണം 2 സൈഡ് കുഴിച്ച് മൂടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുഴിച്ച് മാറിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഇടുങ്ങിയ റോഡുമാണ്. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴെ പോകും. താഴത്തോട്ട് നല്ല ഇതാണ്, കൊക്കയല്ലൊന്നും എല്ലാവരും. പക്ഷേ മറ്റേ തേയിലത്തോട്ടത്തിൻ്റെ മറ്റേ ചെരിഞ്ഞ് കിടക്കുകയാണ് ഈ റോഡ്. കാറും ഗതി വരുന്നു. ബെൻസോ എന്തത് BMW അല്ല പോയത്. ഈ റോഡൊക്കെ ഈ വണ്ടി ഇവിടുന്ന് കയറി വരുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ വല്ല റിസോർട്ടോ കാര്യങ്ങളുണ്ടോ? അല്ലാണ്ട് ഈ റൂട്ടൊക്കെ ആരെങ്കിലും കയറി വരും. ഇതൊരുമാതിരി മറ്റേ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. പൊട്ടിപ്പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ 2 സൈഡിലും മറ്റേ പതിയെ പറ്റിയ. ഇവിടെ വല്ല റിസോർട്ടുണ്ടെന്നോ എനിക്ക് തോന്നുന്നു. ഇവിടെ വല്ല റിസോർട്ട് കാണുമായിരിക്കും. അല്ലാണ്ട് ഈ റൂട്ടൊക്കെ ആരെങ്കിലും കയറി വരുമെന്നാണ് ഞാൻ തോന്നണത്. അല്ല എന്നെ പോലെ വല്ല ഗൂഗിളമ്മച്ച് വഴിതെറ്റിച്ച് കിട്ടതായിരിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, പൈപ്പ് ലൈനിൻ്റെ ഇത് കണ്ടോ, പൈപ്പ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ ശോചനീയാവസ്ഥയാണ്. ഒരു കുരങ്ങ സൈഡിൽ കൂടെ പോയതട്ടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ അവസ്ഥ. നമ്മുടെ പാഞ്ചാലിമേട് അവിടെ ഇവിടെ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. പരുന്തുംപാറ ഇവിടെ മറ്റേ ബോർഡുണ്ട്. പരുന്തുംപാറ 15.80 കിലോമീറ്റർ. പിന്നെ എന്താ വട്ടുമല പ്ലാന്റേഷൻ സെൻറ്ററോ അങ്ങനെ ഏതാണ്ട്. പിന്നെ പ്രസ്കവാവോ, പിന്നെ ട്രാവൻകൂർ പാലസ്, ടീ പ്ലാന്റേഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡ്. ടീ പ്ലാന്റേഷൻ, ട്രാവൻകൂർ, സമ്മർ പാലസ് അത് തന്നെ, സോറി. പീരുമേട് ഗ്രാമപഞ്ചായത്ത്, വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്, അതാണ് സെറ്റപ്പ്. പിന്നെ ഇതാണ് പരുന്തുംപാറയുടെ ഇപ്പോഴത്തെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ അവസ്ഥ. ഒരു KSRTC ബസ്സല്ലേ വരുന്നത്, ഒതുക്കി കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ നമ്മളെയും കൂടെ തോണ്ടിക്കൊണ്ട് പോകും. എന്ന് വെച്ചാൽ നമ്മൾ റോഡ് സൈഡ് ഈ എല്ലാവരും വണ്ടി ചവിട്ടുന്നത് ഇവിടെ ആണ്. ഇവിടെ നെറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ദൈവമേ, ഞാൻ ഇവിടെ വെച്ചൊന്ന് മാപ്പ് ഓഫ് ചെയ്തായിരുന്നു. റേഞ്ചും കാര്യം പോയെന്ന് തോന്നുന്നു, നെറ്റ് കിട്ടുന്നില്ല. അതേ അയ്യപ്പൻപാറ വണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ റൂട്ട് തന്നെയാണ് നമ്മൾ പരുന്തുംപാറ പോകുന്നത്. ഞാനന്ന് പറഞ്ഞ പോലെ തന്നെ പരുന്തുംപാറ പോകുന്ന ഇവിടെയാണ്. പാഞ്ചാലിമേട് ആ സൈഡിലെവിടെയാണ്, അതായത് ഈ വന്ന വഴിക്ക് ആ സൈഡിലെവിടെയായിരുന്നു പാഞ്ചാലിമേട്. അതായത് നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് തന്നെയാണ് പാഞ്ചാലിമേട്. നെറ്റ് കിട്ടുന്നില്ല. നമ്മുടെ റേഞ്ച് എയർടെൽ ചതിച്ചിരിക്കുകയാണ് ഗൈസ്. എയർടെൽ കത്തിപ്പോയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കേണ്ട, ദൈവം നെറ്റ് ഇല്ലയോ. അതുപോലെ തന്നെ ചാർജ് കുറവാണ് കേട്ടോ, ചാർജ് തീർന്ന്. സമയം ഞാനിപ്പോൾ ഏകദേശം എത്ര മണിയായി? സമയം 1:06 കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. കണ്ട 1:06. നല്ല ഉച്ചയ്ക്കടിക്കുന്ന വെയിൽ കാര്യങ്ങൾ. നമുക്കെന്തായാലും വിട്ടടിച്ച് പോവാം. പെട്ടെന്ന് എത്തണമെന്നുണ്ട്. എന്തായാലും പോവാം. അപ്പോൾ ഇത് കട്ടപ്പന മറ്റേ ഏലപ്പാറ അങ്ങോട്ടൊക്കെയുള്ള റോഡ്. ഇത് കുമളി നമ്മുടെ പരുന്തുംപാറ. നമ്മൾ ആ ടേൺ എടുത്ത് അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്താണ് പോകുന്നത്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പരുന്തുംപാറ കുമളി അങ്ങോട്ടൊക്കെ കയറാം. ഇവിടെ
അവിടെ എന്തോ കോടയാണോ മഴയ്ക്കുള്ള സാധ്യതയാണോ എന്ന് എനിക്ക് അറിയാം. വേണ്ട മൂടിയിരിക്കുക ഒരുമാതിരി, പക്ഷേ തണുപ്പുണ്ട്, നല്ല വെയിലുമുണ്ട്. പക്ഷേ ആ വെയിൽ അറിയുന്നില്ല, നല്ല തണുപ്പുണ്ട്. എന്താ അവിടേക്ക് എന്താ കോട ഇറങ്ങുവാണോ കയറുവാണോ വരുവാണോ പോവുകയാണോ ഒരു പിടുത്തമില്ല. എന്നാലും കൊള്ളാം. നല്ല വിശാലമായി കാലിയായി കിടക്കുന്ന റോഡ്, ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്നതിൻ്റെ വണ്ടി ഹെൽമെറ്റ്, അവിടെ കുത്തി ഓട്ടക്കാരൻ പോകുന്നു. അത് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെയും കാലിയായ റോഡ്, ഇപ്പുറത്ത് കുറേ മല കുന്ന് കാട്, വീണ്ടും വിശാലമായി കിടക്കുന്ന റോഡ്. അത് കൊള്ളാം. ഞാൻ വെറുതെ ചവിട്ടിയതാണ്. ഇവിടെ വലിയ ഒരു കോടയുടെ ഒരു ലക്ഷണം കണ്ടുകൊണ്ട് ഞാൻ ചവിട്ടിയത് കോടയാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ കോടയാണില്ല എന്നാണ് എൻ്റെ ഒരു കുറേ നേരത്തെ പരീക്ഷണത്തിനൊടുവിൽ ഞാൻ കണ്ടുപിടിച്ചത്. കണ്ടോ, അതൊരു പുകമായി ഉണ്ട്, പക്ഷെ കോടയല്ല. ആകാശം നോക്കും, ആകാശം ഫോക്കസ് ആവും. കണ്ടോ, ഒരു മൂടിയ കാലാവസ്ഥ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ പുള്ളിക്കുന്നോ അങ്ങനെ ഏതാണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കണ്ടോ, 30 km/h സ്പീഡിലേ പോകാവുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് മേലെ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. കെട്ടില്ല കയറ്റാണ്, നല്ല കയറ്റം ഇറക്കമുള്ള റോക്ക്. ഇറക്കില്ല കയറ്റാണെന്ന് തോന്നുന്നു, നല്ല കയറ്റാണ്. ഉണ്ടോ, ഇത് കയറ്റം പിടിച്ച റോഡാണ്. ശബരിമല വണ്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നൊക്കെല്ലാം പോകുന്നത് എന്താ പോക്ക്, ഇറക്കറി ചവിട്ടി അങ്ങ് കൂടുകയാണ്. അപ്പോൾ ഇതാണ് പുള്ളിക്കുന്നം. ഇപ്പുറത്തല്ല, അപ്പുറത്തായിരുന്നു. അവിടെയാണ് പുള്ളിക്കുന്നത്. അവിടെ നമ്മൾ കയറി വരുന്ന വഴിയാണ് പുള്ളിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലം. ഇത് വേറെ ഒരു കുന്ന്. എന്തായാലും പോവാം. 1:30 ആകാൻ പോകുന്നു. നല്ല കാറ്റ്, തണുത്ത കാറ്റ്, ഒരു മന്ദിച്ച കാലാവസ്ഥ. ഓ മൈ ഗേഡ്, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതിൻ്റെ ബാക്ക് ടയർ തീരാറായില്ലേ. നമുക്ക് പോവാം. കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്കെന്തായാലും ഒറ്റതേ ഉള്ളൂ. കാര്യം പരുന്തുംപാറയൊക്കെ നമ്മൾ അന്ന് വന്ന് പോയത് കാരണം പരുന്തുംപാറയുടെ ശോചനീയാവസ്ഥ കണ്ടതുകൊണ്ടും നമ്മൾ അങ്ങോട്ടൊന്നും കയറില്ല. പാഞ്ചാലിമേട് വരുന്ന വഴിക്കായിരുന്നു, അതും കയറിയില്ല. വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നു. ഇവിടെ ഒട്ടും വെള്ളമില്ലാത്ത വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കൊന്നും വെള്ളം കുറവായിരുന്നു. ആ പരുന്തുംപാറ പാഞ്ചാലിമേട് പോയ സമയത്തും വെള്ളം കുറവായിരുന്നു. പക്ഷേ ഇത്ര ഇല്ലായിരുന്നു. ഇത് നല്ല ശോകമായി പോയി. അന്ന് ദൂരത്തിൽ ഏതോ ഒരു മല മൂടി കിടക്കുന്നു. അവിടെ എന്തോ ഒരു പ്ലാന്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാം. ചൂമിയാണ്. അവിടെ എന്തൊരു പ്ലാന്റ് ഉണ്ട്. ജസ്റ്റ് എനിക്ക് വട്ട അല്ലാത്തതുകൊണ്ട് അത്രയും സുഖമൊക്കെ വരുള്ളൂ. സാംസങ്ങിൻ്റെ തന്നെ മകനാണെങ്കിലും അട്ടയല്ല. അട്ടയ്ക്കൊക്കെ മുമ്പ് ഇറങ്ങിയ അട്ടയാണിത്, J7. ഇതൊക്കെ അട്ടയൊക്കെ തന്നെ മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഫോണുകളാക്കിയത്. പണ്ട് സാംസങ് J7, പിന്നെ വേറെ എന്തോ ഉണ്ടല്ലോ J7, J6, ഇനി വേറെ ഫോൺ കൂടി ഉണ്ട്. ആ ഒരു സീരീസ്. പണ്ട് ഇതൊക്കെയായിരുന്നു അട്ടയ്ക്ക് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അട്ടയും വലിയ അട്ടയും മൂത്തട്ടയൊക്കെയാണല്ലോ. 25, 24, 23, 22 എന്നൊക്കെ പറഞ്ഞ് അട്ടകൾ പലവിധം കിടക്കുമല്ലേ. അത് കാരണം മൂത്തട്ടയും കുഞ്ഞട്ടയും വലിയട്ടയൊക്കെ വരുന്നതിന് മുമ്പുള്ള അട്ടയാണ് ഈ അട്ട. ഇപ്പം എൻ്റെ കയ്യിരിക്കുന്ന അട്ട. മറ്റേ ഫോണിന് ചാർജ് നമുക്ക് മാപ്പ് ഇടണം, തിരിച്ചു പോകാനുള്ള വഴിയിടണം. അതുകൊണ്ട് മാത്രം നമ്മുടെ മോട്ടോള ഇവിടെ പെട്ടിക്കകത്താക്കി വെച്ചിരിക്കുകയാണ്. മാപ്പ് ഇടേണ്ടതുകൊണ്ട് അതിനെ ഒതുക്കി കയറ്റി വെച്ച് വീഡിയോ നമുക്ക് ഈ അട്ടയ്ക്കകത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് കുഴപ്പമൊന്നുമില്ല, ക്ലാരിറ്റി കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും പുലി തന്നെ ഈ ഫോൺ. സാധനമൊക്കെ നല്ല കിടുകിടുക്കായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ജീപ്പ് വേറെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കളിക്കാം. 1:30 എവിടെയെങ്കിലും പോയി കഴിക്കണമെന്നുണ്ട്. കഴിച്ചിട്ട് കൈലാസഗിരി കൂടെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഇനി പരുന്തുംപാറ പോയ പോലെ ആകുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ട്. ഇല്ലാണ്ടില്ല. കാര്യം പരുന്തുംപാറ പാഞ്ചാലിമേട് ഞാൻ 2ാമത്തെ തവണയാണ് പോകണം. ഞാൻ ഫസ്റ്റ് പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വീഡിയോ എനിക്ക് ഒന്നും ഇട്ടിട്ടില്ല. എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. എൻ്റെ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പരുന്തുംപാറ ആ സമയത്തുള്ള പരുന്തുംപാറയും അത് കഴിഞ്ഞിട്ടുള്ള പരുന്തുംപാറ ഞാൻ ഇവിടെ വേണമെങ്കിൽ ഇതിനകത്ത് ചിലപ്പോഴാണ് ഞാൻ കാണിച്ചു തരാം. ആ 2 പരുന്തുംപാറ തമ്മിലുള്ള വ്യത്യാസം. ഒരു പുകമായോ. അപ്പോൾ എന്തായാലും നമുക്ക് തെറിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഒരു ഫോട്ടോ പിടിക്കണമെന്നുണ്ട്. ഒരു ഫോട്ടോ കൂടെ പിടിച്ചിട്ട് തെറിക്കുക അവിടെ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് വീഡിയോയും ഫോട്ടോസും റീൽസും ഷോർട്സിനൊക്കെ ഉള്ള സാധനം സെറ്റ് ചെയ്ത് വേണ്ട. ഈ റോഡും കൊള്ളാം കേട്ടോ, നല്ല തേയിലത്തോട്ടം സെറ്റപ്പൊക്കെയാണ്. പക്ഷേ ഇവിടെയും പൈപ്പ് ലൈനിൻ്റെ എന്തൊക്കെയോ കുഴിച്ചിട്ടുണ്ട്. ഈ റോഡൊക്കെ എന്താ പൈപ്പ് ലൈൻ്റെ വല്ല കുഴിക്കുവാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ കണ്ടോ കുഴിച്ച് മാതിയിട്ടിട്ടുണ്ട്. പിന്നെ റോഡ് ഇച്ചിരി മോശമാണ്. പിന്നെ അതുപോലെ തന്നെ പൊടിയുണ്ട്. ഇവിടെയൊക്കെ ഈ പൂഴി കിടക്കുന്ന കാരണം പൊടി അടിച്ച് കയറുന്നുണ്ട്. പക്ഷെ റോഡ് കൊള്ളാം, നല്ല തേയിലത്തോട്ടം, 2 സൈഡിലും തേയിലത്തോട്ടം, അങ്ങനത്തെ റോഡ്. എന്തായാലും നമുക്ക് പോകാം. ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ. അങ്ങനെ വീടിൻ്റെ അമ്മച്ചി എന്നെ കൊണ്ടുപോയി ഏതൊരു കാട്ട് റോഡിൽ കൂടെ കയറ്റിട്ടുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് 4 കിലോമീറ്ററേ ഉള്ളൂ കൈലാസഗിരിക്കെന്നാണ് പറഞ്ഞത്. ഈ റോഡ് ഞാൻ കയറിയിട്ട് കുറച്ച് നേരമായി. നല്ല പൊളിഞ്ഞ് കീറിയ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. പക്ഷേ വ്യൂ അതായത് 2 സൈഡിലെ വ്യൂസ് കാര്യങ്ങൾ കൊള്ളാം. പക്ഷേ ഈ റോഡ് രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഞാൻ കുറേ നേരമായിട്ട് വണ്ടി ഓടിച്ചിട്ടിരിക്കുക. മനുഷ്യന്മാരെയൊന്നും
ഇതുവരെ കണ്ടിട്ടില്ല. വെറുതെ കുറച്ച് പട്ടി, പൂച്ച, ആട്, അങ്ങനത്തെയുള്ള പശു, ഇങ്ങനത്തെ കുറേ സാധനങ്ങളല്ലാണ്ട് റോഡിൽ വേറെ ആയ മനുഷ്യന്മാരെ ഞാൻ കണ്ടില്ല. നേരത്തെ 2 പേര് നടന്നു പോകണ കണ്ട്. തേയിലത്തോട്ടം അപ്പുറത്തും ഇപ്പുറത്ത്. ഇത് കോൺക്രീറ്റ് റോഡാണ്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇവിടെ കണ്ടാണ് കൈലാസഗിരി എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത്ര നേരം ഈ ദുർഘടം പിടിച്ച വഴി കൂടിയാണ് വന്നതുകൊണ്ട് ആ പശുവൊക്കെ അവിടെ ഇപ്പോൾ വഴി തന്നെയാണ്. അതാണ്ട് ഈ റോഡ് വഴിയാണ് നമ്മൾ ഇങ്ങനെ കിടന്ന്. ഇനി അങ്ങോട്ട് റോഡുണ്ട്, അങ്ങോട്ടാണ് തോന്നുന്നു പോകേണ്ടത്. കൈലാസഗിരിയാണ് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൈലാസഗിരി ഇവിടെ വേറെ സാധനം കൊള്ളാം. ഈ സെറ്റപ്പ് കൊള്ളാം, ഇത് കൊള്ളാം. ഇവിടെ എന്തോ ഒരു എന്തോ സെറ്റപ്പ് തമിഴാണ്. ഇവിടെ തമിഴൊക്കെ ഉണ്ട്. തമിഴും മലയാളമില്ല, തമിഴും പക്ഷേ അങ്ങനെ കൈലാസഗിരി എഴുതി വെച്ചിരിക്കണം മലയാളത്തിൽ. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ഇവിടെ എവിടെയാണ് കൈലാസഗിരി. ഇതിൻ്റെ മറ്റേ സാധനം വെച്ചിട്ടുണ്ട്. അപ്പം ഏത് റോഡ് വരുന്നു, ഇങ്ങോട്ട് റോഡ് വരുന്നു, ഈ വന്ന റോഡ് ഇതാണ്, നമ്മൾ വന്ന റോഡ്. ഇത് കൊള്ളാം. ഇവിടെ നല്ല തീരത്തോട്ടം. ഇതെന്തോ ഒരു എസ്റ്റേറ്റ് റോഡാണ് കേട്ടോ. ഈ നമ്മളിപ്പോൾ കയറി വന്നൊരു എസ്റ്റേറ്റ് റോഡ്. അവിടെ എന്തോ ഒരു റിസോർട്ടോ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ തേയിലത്തോട്ടം കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. അതുകൊണ്ട് അവിടെ നിന്ന് ഏതൊരു ഓട്ടോ കയറി വരുന്നുണ്ട്. എന്താ കൈലാസഗിരിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ കുരിശ് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ലിസ്റ്റൺ അഗ്രോ ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഡീവിയേഷൻ നമ്പർ 1 ഓഫീസ്. അവരുടെ ഓഫീസും ഡീവിയേഷൻ ഉണ്ട്. ഇവിടെ കൈലാസഗിരിയുടെ ബോർഡ്, അവിടെ ഒരു ശൂലം. നല്ല മുതുക്കി വെയിൽ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഓക്കെയാണ്. ക്ലൈമറ്റ് പൊളിച്ചടിക്കിട്ടുണ്ട്. കുറേ നേരം ഒരു കാറ്റും ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു കാടാട്ടോ. കാട് എന്തോ സെറ്റപ്പാണ്. അവിടെ തേയിലത്തോട്ടം, ഇവിടെ കാട്, ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെ തേയിലത്തോട്ടം, ഇവിടെയും തേയിലത്തോട്ടം, എന്തോ ഗോൾ പോസ്റ്റോ. അപ്പോൾ അതാണ് തോന്നുന്നു കൈലാസഗിരി. അങ്ങോട്ടായിരിക്കാനുള്ള സാധ്യത എന്നാണ് തോന്നുന്നത്. ധൈര്യം പോകാം, കൊള്ളാം. അലാറടിച്ചായിരുന്നു. 2 മണിയായി. 2:15 കേട്ടോ. വെറുതെ ഇല്ല, 2:15 അലാറടിച്ച് 2:15. കഴിക്കണമെന്നുണ്ടായിരുന്നു. കട ഉണ്ടായിരുന്നു, പക്ഷെ നിർത്തിയില്ല. അതങ്ങനെയാണല്ലോ. അതെന്തായാലും നമുക്ക് കൈലാസഗിരി കൂടെ കണ്ടിട്ട് വിടയിലൊക്കെ ഇട്ട പോലെ പോയി. ഇപ്പം തന്നെ 2:15. എനിക്ക് തോന്നുന്നത് 7-8 മണിയാകുമായിരിക്കും ഞാൻ കാക്കനാടിൽ നിന്ന് കയറുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് തെറിക്കാം. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുന്നു. നേരെ വരുമ്പോൾ ആ റോഡ് മേളിലോട്ടുള്ള റോഡ് കയറി ഇങ്ങ് വരുമ്പോഴത്തേക്കും ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ടൗൺ പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് കയറുക. ടൗണല്ല, ഒരു കുറച്ച് ജംഗ്ഷൻ പോലത്തെ ഒരു സ്ഥലം. അവിടെ കുറച്ച് അമ്പലത്തിൻ്റെ ഒരു സാധനം, ഒരു തമിഴ്നാട് സെറ്റപ്പാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ 2 റോഡ് കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം മേളിൽ കൂടെ ഒരു റോഡ് കാണിക്കുന്നുണ്ട്, താപ്പോടെ കൂടെ ഈ റോഡും കാണിക്കുന്നുണ്ട്. ഞാൻ നേരെ മേളിലോട്ട് കയറിപ്പോയി. ആ റോഡ് പോയി കഴിഞ്ഞാലും പോകാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നല്ലൊരു കിടിലം വ്യൂ. കൈലാസഗിരി റോഡ് അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ ദൂരെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അവിടെയാണെന്നാണ് എൻ്റെ ഒരു വേറെ റോഡ് കാണിക്കുന്നുണ്ട് മുകളിൽ കൂടെ. പക്ഷേ അത് എനിക്ക് ഇവിടുന്ന് ഒരു റോഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ റോഡ് പോകുന്നത് സേഫ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം കുറച്ചങ്ങോട്ട് നല്ല കോൺക്രീറ്റ് റോഡാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കുറച്ചങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു മുതുക്കിറക്കമുള്ള റോഡത്. അങ്ങനെയായിരിക്കും മാപ്പിൽ കാണിക്കുന്നത്. അതാണോ എന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ട്. ഞാനിപ്പോൾ ഈ റോഡാണ് വന്നത്. ഇത് അതിനൊക്കെ കഷ്ടം കേട്ടാ. ഇവിടെ ഒരു കൊടി കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ വിട്ട് പോകുന്നതാണ് കേട്ടോ. പക്ഷേ ഈ വ്യൂ കൊള്ളാട്ടോ. അവിടേക്ക് എന്തൊക്കെയോ കാണുന്നുണ്ട്. എൻ്റെ ദൈവമേ, അവിടെ എന്തോ ഒരു ഇതുണ്ട്. ഇനി അവിടെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ ഒരു വ്യൂ ഒന്നും പറയാനില്ല. ഈ റോഡ് ഇച്ചിരി പ്രശ്നമാണ്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. കിടക്കുന്ന ഓഫ് റോഡ് കിടക്കാച്ച റോഡാണ്. പക്ഷേ ഒരുമാതിരി റോഡാണ്. നോക്കി കണ്ടു വന്നില്ല, താപ്പോട്ട് പോകുന്നത് കണ്ടു. തോറ്റ സ്ഥലം. പക്ഷേ വേറെ ലെവൽ ഫീൽ കിട്ടും. മേളിലോട്ട് കയറിയിട്ട് വെയിലുണ്ട്, തണുപ്പുണ്ട്, ഒരു കാറ്റുമുണ്ട്. അമ്മാതിരി അന്തരീക്ഷം. മേളിലെന്തോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നൊരു സൗണ്ട് കേൾക്കാം. വെള്ളമാണോ അത് വെള്ളം ചാട്ടാണോ എന്ന് എനിക്കറിയില്ല. ഓരോ റൂട്ട് മേളിൽ കൂടെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇച്ചിരി കല്ലുമണ്ണൊക്കെ ആണെങ്കിലും റോഡെന്നെങ്കിലും പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡാണ് മേളിൽ കൂടെ കാണിക്കുന്നത്. പക്ഷേ അത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ റോഡൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. താപ്പോട്ട് ഇങ്ങനെ ഒരുമാതിരി ഇറക്കും. പിന്നെ റോഡിൽ മറ്റേ കോൺക്രീറ്റ് റോഡായതുകൊണ്ട് ഈ മെറ്റലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. വണ്ടി ചിലപ്പോൾ സ്കിഡാനും പാളാനൊക്കെ സാധ്യതയുണ്ട്. ബ്രേക്കൊക്കെ ഇല്ലാത്ത വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് അലഞ്ഞ് കുത്തി വീഴും. അമ്മാതിരി റോഡാണ്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇത് ഇങ്ങനത്തെ റോഡാന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വ്യൂ അവിടെ താഴെ ഒരു തമിഴ് ചേട്ടനോട്, അതായത് അണ്ണനാണെന്ന് തോന്നുന്നു, മലയാളത്തിൽ സംസാരിച്ചു. പക്ഷേ ആൾ തമിഴാണ്. ഇവിടെയൊക്കെ തമിഴ് ടീമാണ്. അതായത് ഒരു തമിഴ്നാട് ടച്ച് ഉണ്ട്. ഈ കുമളി തമിഴ്നാട് ടച്ച് വരാനായിട്ട് തമിഴ്നാടാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ ഒരു തമിഴ്നാട് ടച്ച് കയറിയിട്ടുണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഈ ഒരു സ്ഥലം വൈബ് സ്ഥലം കേട്ടോ.
എന്താ ഇത് വണ്ടി കുറച്ച് നിർത്തി ഒരുമാതിരി കയറ്റവും കുന്നും ഉറക്കും. എനിക്ക് തിരിച്ചു വരാൻ പേടിയാണിത്. ഫ്രണ്ട് റൈറ്റൊക്കെ ഇതുമാതിരി ഒരു കല്ലുമണ്ണ് നിറച്ച റോഡാണ്. നമുക്ക് ഫ്രണ്ട് റൈറ്റ് പെട്ടെന്ന് വിളിച്ച് തെന്നി അങ്ങ് വരഞ്ഞങ്ങ് ഇറങ്ങാം. പക്ഷേ ഈ റോഡ് ഇച്ചിരി കുഴപ്പമില്ല. ഞാൻ മറ്റേ റോഡ് നോക്കിയിട്ട് നല്ല കുത്തനെ ഒരൊറ്റ ഇറക്കം കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മടിച്ച് ഇപ്പറ കയറിയത്. 2 റോഡും പോകാമെന്നാണ് പുള്ളി പറഞ്ഞത്, എന്നോട് പറഞ്ഞത്. ആ റോഡും പോകാം ഈ റോഡ് പോകാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ അവിടെ ഒരു ഷെഡ് കാണും, അവിടെയാണ് സ്ഥലം എന്നാണ് പറഞ്ഞത്. അവിടെ ദൂരത്ത് ഞാൻ പറഞ്ഞത് നേരത്തെ സൂം ചെയ്തപ്പോൾ കണ്ട പോലെ അവിടെ ഷെഡ് കാണുന്നുണ്ട്. പക്ഷെ അവിടെ മറ്റേ റീൽസിൽ കാണിക്കുന്ന സാധനമൊന്നും കാണില്ല. ഇനി കിടപ്പുണ്ട് റോഡ് ഉണ്ടോ അവിടുന്ന് അങ്ങനെ കറങ്ങി അവിടെ ചെന്ന്. പക്ഷേ ഓഫ് റോഡാണ്. മേപ്പോട്ടിന് വണ്ടി കയറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഡിസ്കവർ 125 ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് കയറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ റോഡുണ്ട്, അങ്ങോട്ടൊക്കെ കയറി പോകുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കാം. അങ്ങോട്ടും റോഡുണ്ട്. ഇത് എവിടേക്കാണ് അപ്പോൾ കൈലാസഗിരി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ചോദിക്കാൻ ഒരു പട്ടി കുഞ്ഞു പോലും ഇല്ല. അവിടെ പശുവുമ്പുണ്ട്. ഇവിടെ താഴത്ത് കുറച്ച് മനുഷ്യന്മാരിപ്പോൾ ഉണ്ട് തേയില ഉള്ളെന്ന്. നമുക്കെന്തായാലും നോക്കാം. പറ്റുവാണെങ്കിൽ കയറും, ഇല്ലെങ്കിൽ താഴെ ഞാൻ നിന്നിട്ട് പോകാൻ കാര്യം റോഡ് കണ്ടുകൊണ്ട് എനിക്കൊരു പേടി. അല്ലെങ്കിൽ ഞാൻ വിട്ട് കയറിയേനെ. പക്ഷേ ഈ റോഡായതുകൊണ്ട് എനിക്കൊരു ഡൗട്ടും ഒരു പേടിയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, കയറി നോക്കാം. അയ്യോ മേളെന്തോ വെള്ളം ഒഴുകുവാണോ കാറ്റാണോ അറിയത്തില്ല. നല്ലൊരു ക്ലൈമറ്റ്, ഒരു മൂടിയ ക്ലൈമറ്റും നല്ല കാറ്റും. കൊള്ളാം. ലൊക്കേഷൻ എന്തായാലും കൊള്ളാം. വരുന്ന റൂട്ട് കൊള്ളാം. മേളിൽ എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ ഒരു ഐഡിയ ഇല്ല. കയറി പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ സമയമായതുകൊണ്ടാണ്. നോക്കാം നമുക്ക് എന്തായാലും. ഞാൻ പതുക്കെ എന്തായാലും ചവിട്ടട്ടെ, നോക്കട്ടെ കയറാൻ പറ്റുമില്ലോ എന്ന് അറിയാതെ. ആരെ ചോദിക്കാനായിട്ടൊരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ലാത്തൊരു ഏരിയ കേട്ടോ. ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ ചാടി ചാവുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അല്ല ആനയൊക്കെ ഇറങ്ങുമോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇറങ്ങുവാണെങ്കിൽ നേരെ താപ്പോട്ടത്ത് ചാടുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാര്യം വേറൊറ്റ മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. കണ്ടോ, ഒരു വണ്ടി പോലും വന്നിട്ടില്ല. ഈ ഒരു ബുധനാഴ്ച സമയം കൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് അധികം ആൾ വരാറില്ലെന്ന് തോന്നുന്നു. കണ്ടോ, ഒറ്റ ഒരു ബൈക്ക് പോലും ഞാൻ ഈ വന്ന കഴിക്കും ഒറ്റ ട്രിപ്പ് കിട്ടി. അതായത് റൈഡേഴ്സോ അങ്ങനെ എന്തെങ്കിലും ട്രിപ്പ് വന്നവരോ അങ്ങനെ ഒറ്റ മനുഷ്യന്മാരില്ലാത്തൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ഇതും കുഴപ്പമൊന്നുമില്ല. ഒരു ശാന്തസുന്ദരമായ ഒരു അധികം ആരുടെ ശല്യം ഇല്ലാത്തൊരു സ്ഥലം. അവിടെ ദൂരത്തൊക്കെ റോഡ് കാണുന്നുണ്ട്. ഇത്രയും കയറണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങോട്ടൊക്കെ അവിടെയൊക്കെ റോഡുണ്ട്. ഇവിടെ ക്യാമറയ്ക്കകത്ത് കാണുന്ന പോലും ഇല്ല. അവിടെ തണ്ട അവിടെ റോഡുണ്ട്. ഇനി അത്രയും കയറണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഒരു ടോപ്പിലാണ് ഈ സാധനം കണ്ടിട്ടുള്ളത്. നല്ലൊരു ടോപ്പിൽ ചെറുതായിട്ടൊരു കോട ഇറങ്ങണമെന്നോ എന്നൊരു ഡൗട്ടുണ്ട്. കണ്ടോ, അവിടെയൊക്കെ ഒരുമാതിരി മൂടിയിരിക്കണം. ഇപ്പുറത്ത് വെയിൽ, ഇവിടെയൊക്കെ ഒരു മൂടൽ, മേളിലൊക്കെ ഒരു കോട. സെറ്റപ്പ് കൊള്ളാം. എന്തായാലും നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു മൂടി കാലാവസ്ഥയാണ്, മൂടി ഫീൽ. അവിടെ മേളിലൊരു കോടയുടെ ഒരു ചെറിയൊരു സൂചന കാണുന്നുണ്ട്. ഇരുട്ടാ പോലെ എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുന്നത്. ഇവിടെ കണ്ടോ, തീർച്ചയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് മേളിൽ കയറി നോക്കാം എന്താണ് അവസ്ഥ എന്ന്. എനിക്ക് ഒരു പിടുത്തമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ വെറുതെ വീഡിയോ കണ്ട് മാത്രം കയറി വന്നതാണ്. എനിക്കിതിനെപ്പറ്റി യാതൊരു ധാരണയോ പരിപാടിയില്ല. അവിടെ കൊടി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങോട്ടാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ആ റോഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ കൊടി കാണുന്നുണ്ട്. പോയി നോക്കുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങോട്ടൊക്കെ റോഡ് കാണുന്നുണ്ട്. എനിക്ക് അത്ര കയറ്റാനൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നത്. ലെറ്റ്സ് സീ എന്തും സംഭവിക്കാം. വണ്ടി പുക വന്നെന്ന് തോന്നുന്നു, കത്തി. എന്നാലും പോവാം. ഇവിടെ കൊടി കാണുന്നു. കൊടി വെച്ച് പോകണമായിരിക്കും നല്ലത്. കൊടി അതാണെന്ന് തോന്നുന്നു ഐഡൻറ്റിഫിക്കേഷൻ, അല്ലാണ്ട് വേറെ സംഭവമില്ല. കൈലാസഗിരിയിൽ കൊടുക്കുമ്പോൾ കാണിക്കുന്ന അപ്പുറത്തെ റോഡും കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും നമ്മളിതേ വീണ്ടും വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെവിടെ നിന്ന് അവിടെ കണ്ട് മറ്റേ ഇതുണ്ടെന്ന് തോന്നുന്നു. അതായത് പ്ലാന്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ റോഡാണ് കയറേണ്ടത്. താപ്പോട്ട് കൂടെ പോയി കഴിഞ്ഞാൽ ആ ജീപ്പ് ഇറങ്ങി വന്ന വഴിയാണ്. അതായത് അവിടെ എന്തോ പ്ലാന്റേഷൻ റോഡുണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇതാണ് കൈലാസഗിരിക്ക് പോകുന്ന വഴി. നല്ല ഓഫ് റോഡാണ്. നല്ല ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല ഓഫ് റോഡ്. എനിക്ക് എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല ഓഫ് റോഡാണ്. പിന്നെ വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനാണെങ്കിൽ മാത്രമേ കയറ്റിക്കൊണ്ട് വരിക. ഞാൻ ആദ്യം വിചാരിച്ച് കയറില്ല എന്നാണ് വിചാരിച്ചത്. റോഡ് കയറുമൊക്കെ ചെയ്യുമെങ്കിൽ എൻ്റെ ഡിസ്കവർ കയറാമെങ്കിൽ ബാക്കി അത് ഏത് വണ്ടി കയറിപ്പോവും. ഞാൻ ആദ്യം ഒന്ന് പേടിച്ച് താഴെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ റോഡ് ഇങ്ങനെ ഒരു മാതിരി മറ്റേ ഓഫ് റോഡാണെന്നേ ഉള്ളൂ. ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വെട്ടി പോരാൻ പറ്റിയ സ്ഥലം. നല്ല കിടിലൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡിന് പറ്റിയ റോഡ്. അപ്പോൾ എന്തായാലും ക്ലൈമറ്റൊക്കെ മാറി വരുന്നുണ്ട്. കൈലാസഗിരിക്ക് അവിടെ ഇനി എന്താ ഒരടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കണ്ട ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കൈലാസഗിരിയുടെ ഇത് കാണും. പിന്നെ അങ്ങനെ അവിടെ നേരെ മേളിൽ കയറി വരുന്നിട്ട് 2 റോഡായിട്ട് തിരിയും. ആ 2 റോഡിൽ ഇതുപോലത്തെ ഒരു റോഡ് കാണും. അതായത് ഇതുപോലത്തെ ഒരു ഓഫ് റോഡ് റോഡ് കാണും. ആ റോഡ് നേരെ വിട്ടു പോകുന്നതാണ് നല്ലത്. മേളിൽ കൂടെ റോഡാണ് എനിക്കാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ആ റോഡ് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി വന്നപ്പോഴത്തേക്കും നല്ലൊരു ഇറക്കം, ഒരുമാതിരി റോഡ് കല്ലൊക്കെ കിടപ്പുണ്ട്. നമ്മളറിയാതൊക്കെ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അരച്ച് കുത്തി വീഴും. അതെന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ റോഡും കൂടിയാണ്. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടോ, ഇതുപോലത്തെ ഇത് വെച്ചിട്ടുണ്ട്. എന്താ ശൂലം, കൊടി, അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതാണ് കൈലാസഗിരി. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല. ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. എന്തായാലും നിർത്തട്ടെ. നമ്മൾ
ഈ റോഡ് കയറുമെന്ന് ഞാൻ പേടിച്ചു. സാധനം നമ്മുടെ ചെക്കൻ കയറി പോയിട്ടുണ്ട് താണ്ടരിയിൽ നിന്ന്. ഇനി ഇവിടെയാണ് റോഡ് കാണുന്നത്. അങ്ങോട്ട് കൊടികൾ കാണുന്നുണ്ട്. അങ്ങോട്ടാണ് തോന്നുന്നു കൈലാസഗിരി. ദൂരത വരെ കൊടികൾ കാണുന്നുണ്ട് നമുക്ക്. അറ്റം വരെ കൊടി കാണുന്നുണ്ട്. ഇതിൻ്റെ എവിടെയാണ് കൈലാസഗിരി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങ് വരെ കൊടി കാണുന്നുണ്ട്. ഇതാണ് തുടക്കം. പിന്നെ ഇങ്ങനെ വഴിയാണ്. ഇവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിങ്ങും കാര്യമായിട്ട് ഇതൊക്കെ തന്നെയാണ് പാർക്കിങ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് റോഡ്. അങ്ങോട്ട് പിന്നെ മേപ്പോട്ടുണ്ട്, പിന്നെ അങ്ങോട്ടും ഉണ്ട്. നമുക്ക് ഓഫ് റോഡ് കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാൻ കയറില്ല എന്ന് വിചാരിച്ചു. ചെക്കപ്പിട്ട് പോലെ കയറി വന്നിട്ടുണ്ട്. പക്ഷേ റോഡ് ഇച്ചിരി മോശം. അതുകൊണ്ട് ടയറും കാര്യങ്ങളും ബ്രേക്ക് കാര്യങ്ങളും എല്ലാം ഉള്ളവർ മാത്രം കയറുക. അല്ലെങ്കിൽ നടന്നെങ്ങാനും വരിക. നടന്നു വരാൻ എന്തായാലും താഴത്തുനിന്ന് നമ്മൾ ആ നിന്നിടത്തുനിന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം 2-3 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ആ വന്ന ജംഗ്ഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു 8 കിലോമീറ്റർ പറ്റേ കാണുമെന്നാണ് തോന്നുന്നത് ആ ജംഗ്ഷനിൽ നിന്ന്. പിന്നെ നമ്മൾ നേരത്തെ നടത്തിയിട്ട് എനിക്ക് തോന്നുന്നൊരു 4 കിലോമീറ്റർ പറ്റേതാണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ഊഹമാണ് ഞാൻ പറയുന്നത്. യാതൊരു ഐഡിയ ഇല്ല എനിക്ക്. എന്തായാലും ചെക്കത ഇവിടെ വന്നിരിപ്പുണ്ട്. ഞാൻ പേടിച്ച്, ഞാൻ ശരിക്കും പേടിച്ച്. കാര്യം റോഡ് കുറച്ച് ഇത് നല്ല ഇതുപോലത്തെ റോഡ് കുഴപ്പമില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് മറ്റേ പാറയും പരിപാടിയൊക്കെ ആയത് കാരണം എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, സെറ്റപ്പ് കൊള്ളാം കേട്ടോ. ഇതെന്തായാലും ഒരു തവണയെങ്കിലും മറ്റേ ഓഫ് റോഡൊക്കെ താല്പര്യമുള്ളവർ വന്ന് നോക്കേണ്ട സ്ഥലം. ഒറ്റ മനുഷ്യനില്ല. ഇനി അതായത് വർക്കിംഗ് ഡേ ടൈം, ഈ ബുധനാഴ്ച ടൈം ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒറ്റ മനുഷ്യനെ കാണില്ല. മേളിലും താഴെ ഒരു മനുഷ്യനില്ല. അല്ല, ഇവിടെയൊക്കെ കൊടി കാര്യങ്ങൾ കുത്തിയിട്ടുണ്ട്. ഈ റോഡ് പിന്നെ നമ്മൾ ഇങ്ങനത്തെ റോഡ് കാണുമ്പോൾ നേരെ കയറി പോരുക. പിന്നെ എന്തെങ്കിലും അടയാളം കാര്യങ്ങളൊക്കെ ഈ ശൂലം നോക്കി പോന്നാൽ മതി. എല്ലായിടത്തും ശൂല കൊടി, ഇതാണ് അടയാളം. വേറെ അടയാളം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മേപ്പോട്ട് കയറി വരുമ്പോൾ മാത്രമേ ഒരു സൈൻ ബോർഡ് ഉള്ളൂ. എന്താണ് കൈലാസഗിരി എന്ന് പറഞ്ഞൊരു സൈൻ ബോർഡ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പരിപാടിയില്ല. എൻ്റെ ഭഗവതി, ഇതെന്തത് പാറയത്. വണ്ടി കാര്യം അടിച്ചുകൊണ്ട് ഒരു ഒറ്റ മനുഷ്യ കുഞ്ഞു പോലും ഇല്ലെന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. ഇവിടെ അമ്പലത്തിൽ പൂജയ്ക്കും ആൾ വരികയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല കയറ്റാ. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ച സംഭവമല്ല. പക്ഷെ സെറ്റപ്പ് ഉള്ള ഇവിടെ കോട ഇറങ്ങി കഴിഞ്ഞാൽ വേറെ കോട ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനെ രക്ഷ ഉണ്ടാക്കിയത്. ഇത് വേറെ സെറ്റപ്പ്, വേറെ ലോകം. മറ്റേ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കണം എന്നുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പോഴേ കളിക്കാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കൊക്കെ വന്ന് കുറച്ച് നേരം ചില്ലടിക്കണമെന്നുണ്ടെങ്കിൽ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നതാണ്. അത് ഞാനിതുവരെ വന്നിട്ട് ഒറ്റ മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ പോലും കണ്ടിട്ടില്ല ഇങ്ങോട്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ഇതൊക്കെ ഞാൻ കിടക്കാൻ തുടങ്ങി. കയറി തുടങ്ങിയിട്ടില്ല കേട്ടോ. കയറി തുടങ്ങണമെന്നുണ്ട്, നേരെ കിടക്കാൻ തുടങ്ങി. പിന്നെ ടോപ്പത്ത് ഞാൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വേണം കയറ്റിക്കൊണ്ട് വരാം. അവിടെ നിന്ന് വഴിയുണ്ട്, അവിടെ വണ്ടി വയ്ക്കാം. കാറ്റുണ്ട്, വെയിലുണ്ട്, തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. അയ്യോ സെറ്റ് പറയാൻ പറ്റിയ സ്ഥലം. ഞാൻ റീൽസിൽ കണ്ടപ്പോൾ ഇത്ര പ്രതീക്ഷയില്ല. പക്ഷേ എൻ്റെ പറ്റില്ല മൂലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത കൊടി ഇതിൻ്റെ കുരിശാല കയറി പോലെ എനിക്കിപ്പോൾ തോന്നണം. എൻ്റെ വണ്ടി ഇവിടെ കണ്ടിട്ടേ ഇത്ര കയറി നമ്മൾ. എൻ്റെ വണ്ടിയാണ് ആ കാണുന്ന പൊട്ട് പോലെ. ഇതാണ് സംഭവം. അവിടെ എന്തോ ഒരു ഇവിടെ മല, ഇവിടെ മറ്റേ സാധനം, അവിടെ എന്തോ ഇത് കാണുന്നുണ്ട്. അതാണ് അമ്പലം എന്ന് കയറിയുള്ള അവിടെ എന്തോ സംഭവം കാണുന്നുണ്ട്. സെറ്റപ്പ് മോനെ, വൈകിട്ടോ രാവിലെയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ സ്വർഗം. പിന്നെ കൂടെയുള്ള സമയത്താണെങ്കിൽ വേറെ ലെവല് ഒന്നും പറയില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റ് കാരണം ഞാൻ പറയുന്നത് ഒന്നും കേട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് വോയിസ് ഓവറാണ്. നമ്മളപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം നടന്ന് നരയും പതയൊക്കെ വന്ന് അതുപോലത്തെ കയറ്റാണ്. ട്രക്കിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നും നോക്കണ്ട. ഓഫ് റോഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നും നോക്കണ്ട. പിന്നെ വൺ ഡേ ട്രിപ്പ് അങ്ങനത്തെ സെറ്റപ്പ് നോക്കുന്നവർക്കും ഒന്നും നോക്കണ്ട. വിട്ടുപോരാ. ഞാൻ പ്രതീക്ഷ പോലെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിപ്പോയി. കാര്യം നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന സ്ഥലങ്ങളെല്ലാം എപ്പോഴും കിടിലായിരിക്കും. അതുപോലത്തെ ഒരു സ്ഥലം തന്നെയാണ് കൈലാസഗിരി. ഞാൻ എപ്പോഴും പ്രതീക്ഷ വെച്ച് പോയ സ്ഥലങ്ങളൊക്കെ പാളിയിട്ടേ ഉള്ളൂ. അത് പരുന്തുംപാറയുടെ കാര്യത്തിലും പാഞ്ചാലിമേടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ സ്ഥലം ഞാൻ ഒരു പ്രതീക്ഷയും വെച്ചില്ല. കാര്യം ഞാൻ ആ പരുന്തുംപാറയും പാഞ്ചാലിമേടും പോയതിൻ്റെ ഇത് വെച്ചാണ് പോകുന്നത്. ഞാൻ നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്, കഥയ്ക്കുന്നുണ്ട്. അത് കാരണം ഞാൻ പറയുന്നതൊന്നും ചിലപ്പോൾ കേൾക്കത്തില്ല, നല്ല കഥച്ചുണ്ട്. പിന്നെ അതോ ആ കാണുന്ന മലയാണ് കൈലാസഗിരി. ഞാൻ നേരത്തെ വിചാരിച്ചത് ഇവിടെ ചാക്ക് ആണെന്തോ അടുക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എങ്ങാണ്ടാണ് കൈലാസഗിരി, ഇത് ഗോപുരം ഏതാണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയേ ഉള്ളെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ വിചാരമൊക്കെ തെറ്റിപ്പോയി. കാര്യം അതെന്തോ ചാക്കടുക്കിയിട്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്തോ ഗോപുരം പോലെ കണ്ടു. ഞാൻ അപ്പോൾ ഇത്രയും വന്നാൽ മതിയല്ലോ, പെട്ടെന്ന് നടന്ന് കയറാൻ, പെട്ടെന്ന് എത്തി പൊളിയെന്ന് പറഞ്ഞ് ഞാൻ കയറി പോകുന്ന ഇത് കണ്ടു. ഈ ചാക്ക് കണ്ട് ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇതൊന്നുമല്ല, നേരത്തെ ഇത് ഈ കാണുന്ന അതാ കാണുന്ന അങ്ങാണ് കൈലാസഗിരി. ആ ദൂരെ കാണുന്ന മലയാണ് കൈലാസഗിരി. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഏക അടയാളം ശൂലം, കുരിശ്. ഈ ഈ കൊടിയും ശൂലം നോക്കി അങ്ങ് പോന്നാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഒറ്റ റോഡാണ്, 2 റോഡ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അതായത് ഞാൻ ആ പറഞ്ഞ
നേരത്തെ താഴത്ത് കാണിച്ചൊരു അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലം നോക്കിയിട്ട് അവിടുന്ന് ഒറ്റ കയറ്റം മേപ്പോട്ട് കാണും. ആ മേപ്പോട്ടുള്ള കയറ്റം വിട്ടടിച്ച് പോരുക. പിന്നെ ഒരു ടൗണല്ല, ഒരു ചെറിയൊരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലം, ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ്, അങ്ങനത്തെ ഒരു സ്ഥലം, ഒരു കുഞ്ഞു സ്ഥലം, ഒരു ജസ്റ്റ് ഒരു തമിഴ്നാട് ടച്ചൊക്കെ ഉണ്ട്. അതെ, അവിടേക്ക് എന്തോ ഒരു മലയുണ്ട്. ഇത്രയും ദൂരം നമ്മൾ കയറി, ഇനിയും കയറാനുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. പിന്നെ കയറ്റം കയറാൻ ട്രക്കിങ് അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഒരു രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായില്ല. എനിക്ക് തോന്നുന്നു രാവിലെ അല്ലെങ്കിൽ ഒരു വൈകിട്ട് സമയത്തൊക്കെ ഇവിടെ കയറുവാണെങ്കിൽ പുള്ളി വൈബായിരിക്കും. ഒരു കോടയൊക്കെ ഇറങ്ങുന്ന സമയത്ത് കയറുന്നതാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായാലും ഇവിടുത്തെ വ്യൂ പോയിൻ്റ്, അതായത് വ്യൂവും കാര്യങ്ങളും ആ സമയത്തൊക്കെ വന്ന് ഞാൻ ഈ ഉച്ചയ്ക്ക് വന്നിട്ടും എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലുണ്ട്, പക്ഷേ ആ വെയിൽ അറിയുന്നില്ല. അമ്മാതിരി കാറ്റ്, ഞാൻ പറയുന്ന പോലെ ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. കണ്ട ഈ ശൂലം നോക്കി അങ്ങ് കയറി പോകുന്നത് വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല അടയാളം. ശൂലമാണ് അടയാളം, ശൂലം ഈ കൊടി, അതാണ് അടയാളം. നമ്മുടെ ശിവൻ്റെ ഇത് വെച്ചിട്ടുള്ള ആ കൊടി, അത് നോക്കി അങ്ങ് കയറിപ്പോയാൽ മതി. നമ്മുടെ കുരിശുമലയിൽ കുരിശ് വെച്ചിരിക്കുന്നത് നോക്കി പോകുന്ന പോലത്തെ സെറ്റപ്പാണ് ഇവിടുത്തെ സെറ്റപ്പ്. ശൂലം നോക്കി കയറിപ്പോരുക, അത് തന്നെയാണ് നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് വരാനുള്ള അടയാളം. വേറെ അടയാളവും കാര്യങ്ങളൊന്നുമില്ല. കുറച്ചിങ്ങോട്ട് നമ്മൾ നേരത്തെ മുകളിലോട്ട് കയറി വരുമ്പോൾ മാത്രം ഒരു ചെറിയൊരു, അതായത് ഒരു മൂലയ്ക്ക് കൈലാസഗിരി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബോർഡ്, അത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ കയറി വന്ന ആ ഓഫ് റോഡ് റോഡ് കുറേ കൂടെ, അതായത് ഞാൻ ആദ്യം ചവിട്ടിയൊരു മല വ്യൂ ഒക്കെ കാണിച്ചില്ലേ, അവിടെയൊന്നുമല്ല. അതും കഴിഞ്ഞ് പിന്നെ മേപ്പോട്ട് കയറി വരുമ്പോൾ, രണ്ടാമത് കയറി വരുമ്പോൾ ഉള്ള ആ റോഡ് കുറച്ച് കയറി വരുമ്പോൾ ഒരു വളവിൻ്റെ സൈഡിൽ ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് ഒരു ബോർഡ്, അതാണ് കൈലാസഗിരിയുടെ അതായത് സൈൻ ബോർഡെന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ താഴത്തും പക്ഷേ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല കാറ്റുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറന്നു പോകുന്ന രീതിക്ക് കാറ്റാണ്, അതുപോലത്തെ കാറ്റാണ്. നല്ല ഉച്ചയ്ക്ക് നല്ല ടോപ്പാണ്. കണ്ടോ, അവിടെ എന്തോ ഏലപ്പാറയ്ക്ക് പോകുന്ന റോഡാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാര്യം ഞാൻ ഈ റോഡ് കണ്ടിട്ടുണ്ട്. അതെന്തോ ഏലപ്പാറ റോഡാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ അമ്മ സൂം ചെയ്താറ് എൻ്റെ മോന്ത മൊത്തത്തിൽ വന്ന്, അതായത് അത് ഏലപ്പാറ റോഡാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ഇത് ഏലപ്പാറ തന്നെയാണ് സ്ഥലം. ഏലപ്പാറയിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ മല എന്തുകൊണ്ട് ഏറ്റവും വലിയ മല എന്തുകൊണ്ട്, ബാക്കിയെല്ലാം എനിക്ക് നോക്കിയിട്ടില്ല, കുഞ്ഞു കുഞ്ഞു മലകളായിട്ടാണ് കാണുന്നത്. കണ്ടത് ആ സൈഡിൽ ഒരു വലിയ മല, അത് ഈ ഒരു സൈഡിലൊരു വലിയ മല. പക്ഷേ ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു നല്ല ടോപ്പിലുള്ള ഹൈറ്റിലുള്ള മല. ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ, കാര്യം അത് നല്ല രീതിയിൽ വിയർത്ത് നരയാൻ പതയൊക്കെ വരുന്ന രീതിക്കായി. പിന്നെ ക്ലൈമറ്റ് മാറി വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു തണുത്ത കോടയൊക്കെ കയറി വരുന്നുണ്ട്. ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുരിശുമല പോലെ തന്നെ സെയിം കുരിശുമല സെറ്റപ്പ് തന്നെ. എനിക്കതാ ഓർമ്മ വരുന്നത്. അതിലേക്ക് മേലോട്ട് കയറി വരുമ്പോൾ പെട്ടെന്ന് കോട വരും, മഴ പെയ്യും. അതാണ് കുരിശുമലയിൽ. ഇവിടെ അതുപോലത്തെ സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രക്കിങ് കാര്യങ്ങൾ, ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് കയറി വരാൻ പറ്റിയ സ്ഥലം. പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലും കണ്ടിട്ടില്ല. ഞാൻ അതായത് താഴേന്ന് എനിക്ക് തോന്നുന്നൊരു ഒരു 10-15 കിലോമീറ്ററോളം ആ താഴേന്ന് കയറി വന്നിട്ട് ഒരു മനുഷ്യനെ പോലും കണ്ടില്ല. പിന്നെ ഈ മേളിൽ കയറി വരുമ്പോൾ കുറച്ച് മനുഷ്യന്മാർ, അതായത് ആ താഴെ ഞാൻ ആ വഴി ചോദിച്ചൊരു പുള്ളി, അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ മനുഷ്യന്മാരൊന്നും ഇങ്ങോട്ട് ഞാൻ കയറി വരാൻ ഇവിടെ എത്തിയിട്ട്, അതായത് കൈലാസഗിരി റോഡ് കയറാൻ തുടങ്ങിയിട്ട് ഒറ്റ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. പിന്നെ താഴെ വെച്ച് എന്നോടൊരു പുള്ളി ഒരു കാര്യം പറഞ്ഞ്, ഇത് ഞാൻ തിരിച്ചിറങ്ങിപ്പോയപ്പോൾ പറഞ്ഞാണ്, ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ പറയുന്നതാണ്. അതായത് നമ്മൾ തിരിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും, ഇവിടുന്ന് കയറി എല്ലാം കഴിഞ്ഞ് തിരിച്ച് താഴത്തോട്ട് ഇറങ്ങിപ്പോയപ്പം ഒരു പുള്ളി എനിക്ക് ലിഫ്റ്റ് ചോദിച്ച്, ഞാനിങ്ങനെ കയറ്റി. അപ്പോൾ പുള്ളി ചോദിച്ചു എവിടെ പോയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇവിടെ കൈലാസഗിരി വന്നാന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു ഒറ്റയ്ക്ക് വന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ വണ്ടി കയറിപ്പോയെന്ന് ചോദിച്ചു. മേൾ വരെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മേൾ വരെ കയറിപ്പോയി, കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടി ഓടിച്ച് മേൾ വരെ കയറിപ്പോയെന്ന് പുള്ളി അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കയറിപ്പോയി, ഒരു കുഴപ്പമില്ല, ഞാൻ ടോപ്പിൽ പോയിട്ടാണ് വന്നത്. എന്നോട് ചോദിച്ചു ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് വന്നത്. വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇവിടെ ഒറ്റയ്ക്കൊന്നും അധികം വരരുത്, വരുവാണെങ്കിൽ കൂട്ടായിട്ടൊക്കെ വരുന്നതാണ് നല്ലതെന്ന്. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ പുലി ഇറങ്ങും, ഈ കൈലാസഗിരിയിൽ പുലി ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും അധികം കയറാത്തത്. ഞാനൊന്ന് പേടിച്ചു. പുള്ളി ചുമ്മാ പറഞ്ഞാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ഈ പ്രദേശത്തൊന്നും എനിക്ക് ആളുകളെ കണ്ടില്ല. ഞാൻ നേരത്തെ കാണിച്ചാൽ അവിടെ കുറച്ച് പേര് തേയിലവെള്ളം നിൽപ്പുണ്ട്, അതല്ലാണ്ട് വേറെ ആരെയൊന്നും കണ്ടില്ല. പുള്ളി ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പുള്ളി പറഞ്ഞ ഇങ്ങനെയാണ്, ഇവിടെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും വരണ്ട, ആളുകളായിട്ട് വരുന്നതാണ്, കുറച്ച് ആൾക്കാരായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇങ്ങോട്ട് കയറിയിട്ട് ഞാൻ മേപ്പോട്ട് കയറിയിട്ട് ഒറ്റ മനുഷ്യനെ കണ്ടതുമില്ല. ഞാൻ അതാ ആലോചിക്കുന്നത്, ഇങ്ങോട്ട് ഇവിടെ ഇത് പൂജയൊക്കെ ചെയ്യുന്ന സ്ഥലമാണോ എന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ പൂജ ചെയ്യാനാണെങ്കിലും ആരെങ്കിലും കയറി വരുമല്ലോ, പൂജാരെങ്കിലും കയറി തന്നെയല്ലേ.
അതുപോലെ ഒറ്റ മനുഷ്യനെ ഞാൻ ഇങ്ങോട്ട് മേപ്പോട്ട് കയറിയിട്ട് മനുഷ്യ കുഞ്ഞുങ്ങളെ കണ്ടില്ല. ആ താഴെ അല്ലാണ്ട് പിന്നെ എവിടെയും കണ്ടില്ല. കോട ഇറങ്ങി, കോട കൊണ്ട് അമ്പലത്തിൽ ഇവിടെ ഇതാണ് തോന്നുന്നു ലാസ്റ്റ്. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു. കോട ഇറങ്ങിയിട്ടുണ്ട്, ആ പോയിട്ട് കോട ഇറങ്ങുന്നുണ്ട്. ഏതാ മോനെ കോട കയറി, ഇനി കോട കയറി. എൻ്റെ മോനെ ഇത്രയും കയറി വന്നത് വെറുതെ ആയിട്ടില്ല. ഇതാണ് സ്വർഗം. ഇതാണ് എൻ്റെ ടോപ്പ്. അല്ല ആ പോട്ട് കോടയുണ്ട്, ഒറ്റ മനുഷ്യനില്ല. അവിടെ നിന്ന് പണി നടക്കുക. പക്ഷേ ഇത് 1.5 സ്ഥലം കോടേ അവിടെ പോകാൻ. ഇതാണ് സംഭവം. ഏട്ടാ മോനെ കോപ്പി ഒന്നും പറയില്ല. അവിടെ വീല് ഇപ്പോൾ കോട ഇറങ്ങിയത് താഴത്ത് കോട തിരിച്ചപ്പോൾ കണ്ണു കാണാൻ പറ്റുമെന്ന് കയറുക. മിക്കവാറും തലക്ക് താഴെ വീഴുമോ ദൈവമേ. മഹാദേവ കാത്തോളനെ. കോട ഇറങ്ങി താഴെ കയറി കോട കയറി. എന്നാ അവിടെ നിന്ന് കോട വന്നുകൊണ്ടിരിക്കുക. ഒരു ശേഷം ഒന്നും പറയില്ല. മഴയാണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. മഴ പെയ്യാൻ സാധ്യത ഞാൻ വിയർത്ത്. ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക. കരികല്ല് കിട്ടിയിട്ടുണ്ട്. ഇത് മിസ് ചെയ്തിരുന്നെങ്കിൽ വൻ നഷ്ടമായിരുന്നു. വൻ നഷ്ടം. ഇപ്പോഴും പറയും മിസ് ചെയ്തിരുന്ന നഷ്ടം തന്നെ. അത് ഇങ്ങനൊരു സ്ഥലം കേരളത്തിലെ കൈലാസം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മിസ് ചെയ്തിരുന്നെങ്കിൽ വൻ നഷ്ടം. അത്രേ പറയാനുള്ളൂ. വേണ്ട താഴത്തെ കോട പോയിക്കൊണ്ടിരിക്കുക. അതായത് കോട കയറുവാണോ ഇറങ്ങുവാണോ എനിക്കറിയില്ല. താഴത്ത് മാത്രം പോകുന്നുണ്ട്, 2 സൈഡിൽ പോകുന്നുണ്ട്. ഇവിടെ തുറക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റേ ഹെലിക്യാമൊക്കെ വെച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ മൂടായിരിക്കും സാധനം കാണാൻ. ഇതിനപ്പുറം ഇല്ല ഇപ്പുറം ഇല്ല ഒന്നും പറയില്ല. ഇത് കുരിശുമല പോലെ തന്നെ കയറി മുകളിൽ ചെല്ലുമ്പോൾ കോട വരുന്ന സെറ്റപ്പാണ്. ഇപ്പം കാറ്റ് കുറവുണ്ട്, തണുപ്പ് ചെറുതായിട്ട് ചെറിയ തണുപ്പ്. അപ്പോൾ കാറ്റടിക്കുന്നതുകൊണ്ടാണ് നിർത്തില്ല. അവിടെ കോട പോയിക്കൊണ്ടിരിക്കുക. ഇതാ വൈബ്. ഈ ഒരു സ്ഥലം ഇത്രയും നാളും കണ്ടില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്ക് ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. എൻ്റെ മോനെ ജാതി സ്ഥലം ഇത്. അപ്പോൾ അതേ കുറേ നേരമായിട്ട് നമ്മളിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ബാക്കിൽ സംഭവം നമ്മുടെ ആ ഒരു ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. അരമണിക്കൂറായിട്ട് ഇങ്ങനെ കുറേ നേരമായിട്ട് ആ വൈബിലിരിക്കുന്നു. ഒരു പടക്കിലിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നന്നായിട്ട് ഉറക്കം പരിവിടുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാനാണെങ്കിൽ മടാശൂലം സെറ്റപ്പ് കൊള്ളാം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്താലേ അതിൻ്റെ ആ ഫീൽ അറിയത്തുള്ളൂ. ഇത്ര നേരം നടന്നു വന്നിട്ട് മേലെ കുത്തി കുറച്ച് നേരം ആ കാറ്റും കൊണ്ട് ഇനി കോട ഇങ്ങനെ കറങ്ങി പോകാനാണ് നല്ല രസമുണ്ട്. ഞാൻ റീൽസിനുള്ള പരിപാടി വീഡിയോ ഒക്കെ കുറച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. വേറെ മൂടാണ് ഇവിടെ. എന്താ ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ ആ ഒരു ഫീൽ അറിയത്തുള്ളൂ. വേറെ ലെവൽ, വേറെ ചിന്തകളിലേക്കൊക്കെ പോകും നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ. അതുപോലത്തെ ഒരു പോസിറ്റീവ് എനർജിയും അമ്മാതിരി ഒരു സെറ്റപ്പും സംഭവങ്ങളൊക്കെയാണ്. 3:47 സമയം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 3:47 നമുക്കപ്പോൾ പയ്യെ തെറിച്ചാലോ എന്നൊരു ആലോചന കഴിഞ്ഞു. ഇവിടുന്ന് കാക്കനാട് വരെ ചെല്ലണം. എനിക്കൊന്ന് ഇവിടുന്ന് 10-78 കിലോമീറ്റർ കാണാൻ സാധ്യതയുണ്ട്. തിരുവല്ല 82 കിലോമീറ്റർ ആയിരുന്നു ഇങ്ങോട്ട്. ഇവിടുന്ന് അതിൽ കൂടുതൽ കാണും. എനിക്കൊന്ന് ഇവിടുന്ന് വാഗമൺ റൂട്ടായിരിക്കും ഇറങ്ങിപ്പോണേന്ന് തോന്നുന്നു. കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. 4 മണി ആയതുകൊണ്ട് കോട കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ കോട കയറിക്കൊണ്ടിരിക്കുന്നു. കോട കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കോട ഉണ്ട്, കയറും പിന്നെയും പോകും. ഇങ്ങനെ പാസ് ചെയ്ത് പോകുക. അങ്ങനെ ചുറ്റിക്കുളം അങ്ങനെ കോട ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് ഇവിടെ വന്നിട്ട് ഈ സ്ഥലത്തിന് ടോപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടാൽ അതിൻ്റെ ഫീൽ അറിയത്തുള്ളൂ. എന്തായാലും ഇവിടെ മണി ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വൈബ് ഇങ്ങനെ വേറെ ലെവലാണ്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ശൂലത്തിനകത്ത് മറ്റേ കാറ്റടിക്കുമ്പോഴത്തേക്ക് ആ പൊടി പറക്കുന്നുണ്ട്. ബാക്കിലെ മണി ഇങ്ങനെ അടിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അത് കേട്ടോടിക്ക് ഇങ്ങനെ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്തേക്ക് പോകും. എൻ്റെ വണ്ടി തോന്നുന്നു അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. അത് പൊട്ടുപോലെ അവിടെ ഇരിപ്പുണ്ട് സ്ഥലം. അപ്പോൾ അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. നിങ്ങൾ ഒരു രാവിലെ വന്ന് ഒരു വൈകിട്ട് വരെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും പിന്നെയും പിറ്റേ ദിവസം വരെ ഇരിക്കാനാണെങ്കിൽ ഇരുന്ന് പോകും. അതാണ് ഇവിടുത്തെ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അതാണ്. എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഇരിക്കാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങ് കുത്തിയിരിക്കാം. അതുപോലത്തെ സെറ്റപ്പ്. ഒറ്റ മനുഷ്യൻ. ഞാൻ ഇതുവരെ ഒരാളെപ്പോൾ ഇപ്പോൾ എത്ര നേരമായിട്ട് വിളിക്കുക 1.5 മണിക്കൂറായി തോന്നി ഇവിടെ വന്നിട്ട്. 1.5 മണിക്കൂറായിട്ട് ഈ റോഡിലും ഈ പരിസരത്തും ഈ പ്രദേശത്തും ഈ വന്ന റോഡിലായാലും ഈ പ്രദേശത്തായാലും ഇപ്പോൾ വന്നിട്ട് എനിക്ക് അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും 2 മണിക്കൂറായിട്ടുണ്ടാവും. 2 മണിക്കൂർ മേലെ ആയിട്ടുണ്ടാവും. 2 മണിക്കൂർ ആയിട്ടുണ്ടാവാനാണ് സാധ്യത എനിക്ക് തോന്നുന്നത്. 2 മണിക്കൂറല്ല 1 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും. ഒറ്റ മനുഷ്യ കുഞ്ഞില്ല. സ്വസ്ഥം സമാധാനം. എനിക്ക് കുറച്ച് നേരം സമാധാനമായിട്ട് ഈ ടെൻഷനിലൊക്കെ മാറി കുറച്ച് നേരം ഫ്രീ ആയിട്ട് മൈൻഡ് റിലാക്സ് ചെയ്യാനിരിക്കണമെങ്കിൽ പറ്റിയ സ്ഥലം. ഒന്നും പറയാനില്ല. കോട കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് ഇടി കൊടുക്കുന്നുണ്ട്. കേൾക്കണ്ടോ എന്ന് എനിക്ക് ഇടി വെട്ടുണ്ട്. ചെറിയ മൂടി നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും ഒരു മൂടലുണ്ട്. ബാക്കി നോക്കി കാണാൻ പറ്റും. ഒരു മൂടലും അമ്മാതിരി ക്ലൈമറ്റാണ്. ഈ കുരിശുമല വന്നിട്ടുള്ളവർക്ക് എന്താണ് ഫീല്? അതിനെ ഒരു ഇച്ചിരിയുടെ മുകളിലായിരിക്കും ഇവിടുത്തെ ഫീല്. അത് പറയാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈബാണെന്ന് തോന്നുന്നത്. എനിക്ക് കുരിശുമലയിലും
നമ്മൾ ടോപ്പിൽ കയറി ചെന്ന് ആ കോട കിട്ടിയ ടോപ്പിൽ കയറി ചെന്ന് അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സൂപ്പർ. അവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ മിക്കപ്പോഴും മഴ പെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് ഒറ്റത്തവണ പോയിട്ടുള്ളൂ. ആ പോയ തവണ നല്ല കോടം കിട്ടിയ മഴ പെയ്തിരുന്നു. ഞാൻ നിങ്ങൾക്ക് റീൽ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാതെ കണ്ടു നോക്കുക. അപ്പോൾ അതൊരു വേറെ വൈബ്. ഇതെന്ന് പറഞ്ഞൊരു ഡിവോഷണൽ എന്താ പറയുക, ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റും എന്തോ ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ എനർജി. അതുപോലെ ഇവിടെ ഒറ്റ മനുഷ്യൻ കുരിശുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ശാന്തം സുന്ദരം. ഞാൻ അതാ പറഞ്ഞാൽ രണ്ട് വൈബാണ്. അല്ലാണ്ട് അത് പള്ളിയാണ് ഇത് അമ്പലമാണെന്ന് ആ സെറ്റപ്പ് അല്ല ഉദ്ദേശിച്ചത്. രണ്ട് വൈബ് എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ല. കുരിശുമലയിലാകുമ്പോഴത്തേക്കും ആൾക്കാർ പടപടയും പറഞ്ഞിങ്ങനെ കയറി വരും. പക്ഷേ ഈ സമയത്ത് ഞാനിപ്പോൾ വന്നിട്ടും ഒരു മണിക്കൂറിന് മേലായിട്ടുണ്ടെങ്കിലും ഒരൊറ്റ മനുഷ്യ റോഡിലോ ഈ ഇവിടെ പ്രദേശത്ത് ഈ പരിസരത്ത് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് കുറച്ച് നേരം മൈൻഡ് റിലാക്സ് ചെയ്ത് ഒരു പാട്ട് വിട്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ഇരുന്ന് പോകും. അതാണ് ഇവിടുത്തെ വൈബ്. കുരിശുമലയുടെ വൈബ് വേറെ വൈബാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ തൊട്ട് കോട കിട്ടും. വാഗമൺ കുരിശുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടയുടെ എപ്പോൾ വന്നാലും കോട വരുന്നൊരു സ്ഥലമാണ്. പിന്നെ കുരിശുമലയുടെ കാര്യം പറയുന്നത് നല്ല ടോപ്പിലുമാണ്. കയറുമ്പോൾ തൊട്ട് കോട കിട്ടും, മേളിൽ ചെല്ലുമ്പോൾ മഴ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വൈബ്. ഇവിടുത്തെ എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു സൈലൻറ്റ് മൂഡ് അന്തരീക്ഷമാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു ഒച്ചയോ അനക്കോ ഇല്ല. നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു ശിവലം കണ്ടോ എന്ന് പറഞ്ഞുകൂടെ. അതുകൊണ്ട് വേണ്ട ആ ശൂലാണ് നിങ്ങൾ നേരെ നോക്കുമ്പോൾ കാണുന്നത്. ബാക്കി നോക്കുമ്പോൾ ഈ അമ്പലത്തിലാണ് ഇങ്ങനെ കാറ്റ് കടന്നടിക്കുന്നത്. അവിടെ ഒരു ശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ ഒരു കുറച്ച് നേരം ധ്യാനിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ആണെങ്കിൽ ചുമ്മാ കുറച്ച് നേരം മൈൻഡ് റിലാക്സ് ചെയ്ത് ഒരു പീസ്ഫുൾ വൈബിൽ ഇരിക്കാൻ പറ്റിയൊരു വേറൊരു മൂടി ഇരിക്കാൻ പറ്റിയൊരു സാധനം. അത്രയും പറയാൻ പറ്റുള്ളൂ. കാര്യം അത് നിങ്ങളിങ്ങനെ വന്നിരുന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ അറിയത്തുള്ളൂ. ഞാനിത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ കിട്ടത്തില്ല. ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഒരു പാട്ട് ഒരു ലവ് ട്രാക്കോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ട്രാക്ക് ഇട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ഇരുന്നുള്ളൂ. എത്ര നേരം വേണമെങ്കിലും ഇരുന്നുള്ളൂ. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ ഇത്ര നേരം നടന്ന് വന്ന് നമ്മൾ ആ ക്ഷീണം പെട്ടെന്ന് മാറുകയും ചെയ്യും. കുറച്ച് നേരം ഇരുന്നാൽ മതി. ഞാൻ അവിടെ നിന്ന് കയറി വന്ന് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ആ ഒരു കഥ അങ്ങോട്ട് മാറി. ആ ഒരു ക്ഷീണം പോയി. ഇപ്പോൾ ഇവിടെ വന്ന് ഒന്നര മണിക്കൂറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴും ആ ക്ഷീണം പോയി. ബാക്കിൽ മഴക്കാർ വന്നുകൊണ്ടിരിക്കുക. നീ തിരിച്ചറിയാൻ ഞാൻ കോട്ട് എടുത്തില്ല. അതാണ് ഏറ്റവും വലിയ പേടി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കോട്ട് എടുത്തിട്ടില്ല. അതാണ് എൻ്റെ ഒരു പേടി. അത് എനിക്ക് ഇങ്ങനെ കാക്കനാട് വരെ നനയാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടുന്ന് ഇപ്പോൾ വിട പറയുകയാണ്. ഇനി എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഞാൻ എന്തായാലും വരാതിരിക്കുന്ന കാര്യം ആ ഒരു വൈബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും പരുന്തുംപാറയൊക്കെ പോയ സമയത്ത് ഇങ്ങോട്ട് കയറുന്നെങ്കിൽ ആ ഒരു നഷ്ടം ഇവിടെ നിന്ന് കിട്ടിയേനെ. പക്ഷേ ഇതെന്തായാലും നിന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ നിന്നിട്ടുണ്ട്. മഴക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടാവും. മഴക്കാർ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറൊരു മൂഡിലായിട്ടുണ്ട്. മിക്കവാറും കോട ഇറങ്ങാൻ സാധ്യതയുണ്ട്. വൈകിട്ടാവും നല്ല രീതിയിൽ കോട ഇറങ്ങി കൂടെ. ഒന്നെങ്കിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകിട്ട് വരിക. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗ് ആയിട്ട് വരാം. ഇനി പോണ വഴിക്ക് വാഗമണി കോട കിട്ടുവാണെങ്കിൽ അത് ഞാൻ റീൽ ഇടാം, അല്ലെങ്കിൽ ഷോർട്സിൽ എന്തെങ്കിലും ഇടാം. അല്ലാതെ ഇനി വീഡിയോ കാര്യങ്ങളില്ല. കാര്യം ചാർജ് തീരാറായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇറ്റ്സ് മീ ഡാർക്ക് സ്റ്റാർ സൈനിങ് ഓഫ് ബൈ ഗൈസ്. അപ്പോൾ അടുത്തൊരു കിട്ടിക്കൻ സ്ഥലമായിട്ട് ഞാൻ വരുന്നവരേക്കും. സെറ്റപ്പ് ഇങ്ങനെ കാണാൻ സെറ്റപ്പ് കേട്ടോ. കണ്ടോ ഇവിടെ നിന്ന് മഴക്കാറില്ല, പക്ഷേ ഇവിടെ മഴക്കാറുണ്ട്. അപ്പോൾ എന്തായാലും സൈനിങ് ഓഫ് ബൈ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ മേളിയും താഴെ വണ്ടീൻ്റെ അടുത്ത് വന്നു. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അതിനൊക്കെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ചുമ്മാ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കി. 128 കിലോമീറ്റർ 3 മണിക്കൂർ 47 മിനിറ്റ് കാക്കനാടിന്. എന്താ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. ക്ലൈമറ്റൊക്കെ മാറി. കോടയൊന്നും ഇല്ലത് കണ്ടോ. അത്രയും ടോപ്പിലാണ് നമ്മൾ പോയതോ. അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ പോയിട്ട് വന്നത്. ഞാൻ ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ല, പട്ടയെന്നും പറഞ്ഞു ഇറങ്ങി പോകുന്നത്. പക്ഷേ ഇവിടുന്ന് ഇനി അവിടം വരെ 128 കിലോമീറ്റർ ഓടുന്നതിലേക്ക് മഴ പെയ്യരുതെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാര്യം മഴക്കാർക്കത് നല്ല രീതിയിൽ മഴക്കാറുണ്ട്. ചെറുതായിട്ട് തൂളുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ശ്രമിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ.